അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വന്യ സുഹൃത്തുക്കളെ, ഇന്ന് അറബിക് ഡേയാണ്. ആഗോളതലത്തിൽ അറബിക് ഡേയാണ്. ഡിസംബർ 18 ആഗോളതലത്തിൽ അറബിക് ഡേയായി ആഘോഷിക്കുകയാണ്. നേരത്തെ ഫെബ്രുവരി 21 അറബിക് ഡേ ആഘോഷിച്ചിരുന്നു. അതിന് കാരണം എന്തായെന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ഓരോ രാജ്യത്തെയും ജനങ്ങൾക്ക് മാതൃഭാഷ ആഘോഷിക്കുവാനുള്ള ദിനമായിരുന്നു ഫെബ്രുവരി 21. അതിനുശേഷമാണ് പിന്നീട് ഐക്യരാഷ്ട്രസഭ ഓരോ ഭാഷയ്ക്കും ആഗോളതലത്തിൽ അതിൻ്റെ ദിനം ആഘോഷിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചത്. അറബി ഭാഷയ്ക്ക് അങ്ങനെ ഓരോ ഭാഷയ്ക്കും ഐക്യരാഷ്ട്രസഭ ഡേറ്റുകൾ നിശ്ചയിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള 6 ഭാഷകൾ, ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള 6 ഭാഷകൾ, ആ ഭാഷകളിൽ നിന്ന് ഓരോ ഭാഷയ്ക്കും ആഗോളതലത്തിൽ ആഘോഷത്തിന് ദിനനിർണയം നടത്തുകയുണ്ടായി. അതിൽ അറബിക്കിന് ഡിസംബർ 18, ചൈനീസിന് ഏപ്രിൽ 20, ഇംഗ്ലീഷിന് ഏപ്രിൽ 23, ഫ്രഞ്ചിന് മാർച്ച് 20, റഷ്യൻ ഭാഷയ്ക്ക് ജൂൺ 6, സ്പാനിഷ് ഭാഷയ്ക്ക് ഒക്ടോബർ 12 നിശ്ചയിച്ചത്. അങ്ങനെയാണ് ആഗോളതലത്തിൽ ഓരോ ഭാഷയ്ക്കും ആഘോഷത്തിനുള്ള അവസരം ലഭിച്ചത്. 1973 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളത് 6 ഭാഷകളാണ്. ആ ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഇതിനുള്ള അവസരം ലഭ്യമായത് 2012 ഒക്ടോബർ മാസം മുതൽക്കാണ്. 2012 ഒക്ടോബറിലാണ് യുനെസ്കോയുടെ, ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയായിട്ടുള്ള യുനെസ്കോ ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയിട്ടുള്ളത്. അത് അപ്പോൾ നമ്മൾ ഡിസംബർ 18 അറബിക് ഡേ ആയി ആഘോഷിക്കുവാൻ തുടങ്ങിയത് 2010 മുതൽ എന്നും മറ്റ് ചിലർ 12 മുതൽ എന്നും രേഖപ്പെടുത്തിയതായി കാണുന്നു. UAE ഗവൺമെൻറ് ഇറക്കിയ ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണത്തിൽ 2012 മുതൽക്ക് എന്നാണുള്ളത്. ഏതെങ്കിലും ആവട്ടെ, ഇന്ന് ആഗോളതലത്തിൽ അറബിക് ഡേ ആഘോഷിക്കുകയാണ് ഡിസംബർ 18. അറബി ഭാഷയ്ക്ക് ഇങ്ങനെ പ്രാമുഖ്യം നൽകുവാനുള്ള കാരണം എന്താണ്? അന്താരാഷ്ട്ര ജീവൽ ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള 6 ഭാഷകളിൽ ഒന്നാണ്. 28 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ്. 42 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. 50 കോടിയിലധികം ആളുകൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഭാഷയാണ് അറബി ഭാഷ. 140 കോടിയുടെ ആരാധന ഭാഷയാണ് അറബി ഭാഷ. നമ്മുടെ കേരളത്തിൽ വാസ്തവത്തിൽ LKG മുതൽക്ക് യൂണിവേഴ്സിറ്റി വരെ അറബി ഭാഷ പഠിക്കുവാനുള്ള സൗകര്യമുണ്ട്. കേരളത്തിലെ വിവിധ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലുമെല്ലാമായി 12 ലക്ഷം വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഷയാണ് അറബി എന്നത്, പൈതൃകത്തിൻ്റെ ഭാഷയാണ് അറബി എന്നത്. മഹത്തായ ഒരു സംസ്കാരത്തെ, ചരിത്രത്തെയും സാഹിത്യത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അറബിക് ഭാഷ അതിൻ്റെ
ദിനം നാം ആഘോഷിക്കുമ്പോൾ ചില വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് ഭാഷ? എന്താണ് ഭാഷയുടെ പ്രാധാന്യം? എപ്പോഴാണ് ഭാഷയുടെ ഉൽപ്പത്തി ഉണ്ടായത്? എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ്സ്? ഭാഷകളുടെ കൂട്ടത്തിൽ അറബി ഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? ലോകം ഈ ഭാഷയെ എങ്ങനെ കാണുന്നു? മിത്രങ്ങളും ശത്രുക്കളുമായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? മുസ്ലിമുകളായ നമ്മൾ ഈ ഭാഷയോട് വാസ്തവത്തിൽ എന്ത് നിലപാട് കൂടുതലായി സ്വീകരിക്കേണ്ടതുണ്ട്? ഇത്യാദി കാര്യങ്ങൾ അവസരോചിതമായി നാം ഒന്ന് വിചാരം നടത്തേണ്ടിയിരിക്കുകയാണ്. ഹ്രസ്വമായി നമുക്കൊന്ന് വിശകലനം നടത്താം. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. ഏകാംഗിയായി ഒറ്റയ്ക്ക് അവന് ജീവിക്കാൻ സാധിക്കും. പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. അവന് വിവിധ വികാരങ്ങളും ആവശ്യങ്ങളും ഡിമാൻഡുകളുമുണ്ട്. അതെല്ലാം നിറവേറ്റിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അവന് മറ്റുള്ളവർ ആശ്രയിക്കാതെ നിർവാഹമില്ല. പ്രമുഖ ഷാഫി പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമിൽ മക്കി അങ്ങോരുടെ ഫത്താവൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ 4-ാം വാള്യം 118-ാമത്തെ പേജിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു റൊട്ടി, ഒരു പത്തിരി, ഒരു ചപ്പാത്തി ഒരാളുടെ മുമ്പിലെത്തുമ്പോഴേക്ക് 360 സമൂഹത്തിൻ്റെ സേവനം അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ധാന്യത്തിൻ്റെ വിത്ത് മുളപ്പിക്കണം, വിത്ത് വിതയ്ക്കണം, ഞാറ് നടണം, നടീൽ കർമ്മം നിർവഹിക്കണം, അതിനുവേണ്ടി നിലം ഉഴയണം, അതിന് വെള്ളം നനയ്ക്കണം, സേചനം നടത്തണം. അതുപോലെ തന്നെ അതിന് കീടനാശിനികളെ നിഷ്കാസനം ചെയ്യണം, കിള പറിക്കണം, വിളവെടുപ്പ് നടക്കണം, കൊയ്യണം, മെതിക്കണം, എന്നിട്ടത് ഗോഡൗണിൽ എത്തിക്കണം, ഹോൾസെയിലറുടെ അടുത്ത് എത്തിക്കണം, അവിടെ നിന്ന് റീറ്റെയിലറുടെ അടുത്ത് എത്തിക്കണം, അവിടെ നിന്ന് അതത് കുടുംബങ്ങളിലും വീടുകളിലും എത്തിക്കണം. അവർക്കത് പാചകം ചെയ്യണമെങ്കിൽ പാചകത്തിന് വേണ്ട ഉപകരണങ്ങൾ വേണം. ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ ഫാക്ടറികൾ വേണം, അവിടെ തൊഴിലാളികൾ വേണം. അങ്ങനെ അനുസ്യൂതമായിട്ടുള്ളൊരുകയാണ്. ഏറ്റവും കുറഞ്ഞത് 360 സമൂഹത്തിൻ്റെ സേവനം നീ തിന്നുന്ന റൊട്ടിക്കഷ്ണത്തിന് പിന്നിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ എത്രത്തോളം പരാശ്രയത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും സുസമ്മതിതമായ യാഥാർത്ഥ്യമാണിത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ സാമൂഹിക ജീവി എന്ന നിലക്ക് അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ആശയവിനിമയത്തിന് ഭാഷ വേണം. വിനിമയ ശബ്ദങ്ങളാണ് ഭാഷ എന്ന് പറയുന്നത്. ഒരാളുടെ ഇംഗിതവും വികാരവും ആവശ്യങ്ങളും ആശയങ്ങളും മറ്റൊരാളെ അറിയിക്കുവാനുള്ള വിനിമയ ശബ്ദങ്ങളാണ് ഭാഷ എന്ന് പറയുന്നത്. ഇംഗിത പ്രകാശനത്തിന് വാസ്തവത്തിൽ ഭാഷയോ ആംഗ്യമോ സഹായിക്കുന്നു. ഇംഗിത പ്രകാശനത്തിന് ഭാഷ അല്ലെങ്കിൽ ആംഗ്യം സഹായിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, വാസ്തവത്തിൽ ആംഗ്യഭാഷ എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. രൂപമില്ലാത്ത ഗുണങ്ങളെ നിർദ്ദേശിക്കുവാൻ ആംഗ്യം മതിയാവുകയില്ല. വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ഭയപ്പാട്, ലജ്ജ, അറിവ്, വിവരക്കേട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ രൂപമില്ലാത്ത മൂർത്ത സ്വഭാവമില്ലാത്തതുകൊണ്ട് ഇവ പ്രകടിപ്പിക്കുവാൻ ആംഗ്യം സാധിക്കുകയില്ല. അപ്പോൾ അവിടെ ഭാഷ വേണ്ടി വരുന്നു. സൗണ്ട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ശബ്ദങ്ങളും ചിഹ്നങ്ങളും എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവ് കൊടുത്തിട്ടുള്ള ഒരു കഥ ഇത്തവണത്തിൽ അനുസ്മരിക്കുകയാണ്, നിങ്ങളെ അനുസ്മരിപ്പിക്കുകയുമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒരു സന്യാസിയും ഒരു രാജാവും തമ്മിൽ ഒരു സംവാദം നടന്നു. സന്യാസിയോട് രാജാവിന് വളരെ പകയും വിദ്വേഷവുമായിരുന്നു. അപ്പോൾ സന്യാസിയോട് ജനമധ്യേ വഷളാക്കുവാൻ വേണ്ടി രാജാവ് തീർച്ചപ്പെടുത്തി സംവാദത്തിന് വേണ്ടി ക്ഷണിച്ചു, അയാളുടെ ഹൂങ്കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി. സംവാദത്തിന് രാജാവ് ഡിമാൻഡ് വെച്ചു, ആംഗ്യഭാഷയിലായിരിക്കണമെന്ന്.
ജനങ്ങൾ തടിച്ചുകൂടി, ശ്രോതാക്കൾ കാണാൻ വേണ്ടി തടിച്ചുകൂടി. രാജാവ് പറഞ്ഞു, നിങ്ങൾ വിഷയം അവതരിപ്പിച്ചോളൂ. സന്യാസി ഇങ്ങനെ 1 എന്ന് കാണിച്ചു. അപ്പോൾ രാജാവ് 2 എന്ന് കാണിച്ചു. അപ്പോൾ സന്യാസി വീണ്ടും 3 എന്ന് കാണിച്ചു. അപ്പോൾ രാജാവ് മുഷ്ടി ചുരുട്ടി കാണിച്ചു. വാദപ്രതിവാദം അവസാനിച്ചു. ഇല്ല, അടുത്ത പോയിൻ്റ് കൂടി സമർത്ഥിക്കുകയാണ് സന്യാസി. എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു നെല്ലിക്കയെടുത്ത് അദ്ദേഹം നെല്ലിക്ക തിന്നു കുരു തുപ്പിക്കളഞ്ഞു. അപ്പോൾ രാജാവ് ഒരു നെല്ലിക്ക കുരുവടക്കം വിഴുങ്ങിക്കളഞ്ഞു. അതെ, വാദപ്രതിവാദം സംവാദം അവസാനിച്ചു. ജനങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ 2 ചേരിയായി. ഒരു വിഭാഗം പറയുന്നു സന്യാസി ജയിച്ചു എന്ന്, മറ്റൊരു വിഭാഗം പറയുന്നു വിജയിച്ചത് രാജാവാണെന്ന്. വാഗ്വാദമായി, വഴക്കായി, വക്കാണമായി. അപ്പോൾ മധ്യസ്ഥരായ നിഷ്പക്ഷമതികളായ മധ്യസ്ഥർ ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനു തർക്കിക്കണം? സന്യാസി ജീവിച്ചിരിപ്പുണ്ട്, രാജാവും ജീവിച്ചിരിപ്പുണ്ട്. അവരെ സമീപിച്ച് നമുക്ക് വിശദാംശം തേടാം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആദ്യമായി സന്യാസിയെ സമീപിച്ചു. സന്യാസിയോട് ചോദിച്ചു, ഇവിടെ നടന്നിട്ടുള്ള വാദപ്രതിവാദത്തിൻ്റെ പൊരുൾ എന്താണ്? സന്യാസി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് 1 എന്ന് അവതരിപ്പിച്ച് ദൈവം 1 എന്നർത്ഥത്തിലാണ്. അപ്പോൾ രാജാവ് 2 എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയാണ്. യഹോവ യേശു എന്ന അർത്ഥത്തിൽ അദ്ദേഹം 2 എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് 3 എന്ന് കാണിച്ചു. കാരണം ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ടല്ലോ, ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പം യഹോവ, യേശു, പരിശുദ്ധാത്മാവ് എന്നർത്ഥത്തിൽ ഞാൻ 3 എന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം മുഷ്ടി ചുരുട്ടി കാണിച്ചു. ദൈവം 3 എണ്ണം ഉണ്ടെങ്കിലും 3 ഒറ്റ ശക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മുഷ്ടി ചുരുട്ടി രാജാവ് കാണിച്ചു. അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലേക്ക് നീങ്ങി, മറ്റൊരു പോയിൻ്റ് അവതരിപ്പിച്ചു. ദൈവവിശ്വാസിയായ ആൾക്ക് നെല്ലിക്ക പോലെ ജീവിതം ആദ്യം കയ്പുള്ളതാണെങ്കിലും പിന്നെ മധുരോദാരമായിരിക്കും എന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ നെല്ലിക്ക തിന്ന് കുരുതുപ്പിക്കളഞ്ഞു. അപ്പോൾ രാജാവ് മറുപടി പറഞ്ഞു, അങ്ങനെയല്ല, ക്ഷമാശീലനാണെങ്കിൽ അയാൾക്ക് ജീവിതം മുഴുവനും മധുരമായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം നെല്ലിക്ക കുരു അടക്കം വിഴുങ്ങി കാണിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് സന്യാസിയുടെ വിശദീകരണമുണ്ടായത്. പിന്നീട് രാജാവിനെ സമീപിച്ചു ആളുകൾ. രാജാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സംവാദത്തിൻ്റെ ഉൾപ്പൊരുൾ? രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സന്യാസി മഹാധിക്കാരിയാണ്. അയാൾ എന്നെ പരിഹസിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല. അപ്പോൾ എന്നെ ഒറ്റക്കണ്ണായി വിളിച്ചുകൊണ്ട് 1 എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ 2 എന്ന് കാണിച്ചു. കാരണം എന്തുകൊണ്ടെന്നാൽ, ഞാൻ 2 എന്ന് കാണിച്ചു, എനിക്ക് ഒരു കണ്ണേ ഉള്ളുവെങ്കിൽ നിങ്ങളുടെ 2 കണ്ണിൻ്റെ പവറുണ്ടെന്ന് കാണിക്കാൻ ഞാൻ 2 എന്ന് കാണിച്ചു. അപ്പോൾ സന്യാസി എന്നെ വീണ്ടും പരിഹസിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 പേര് കൂടിയാൽ 3 കണ്ണല്ലേ ഉള്ളൊരു കണ്ണിന് ശോഷണം വന്നത് നിങ്ങളുടെ കാരണമായിട്ടാണല്ലോ എന്ന് എന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി കാണിച്ചു. ഞാൻ ഇടിച്ചു കളയും എന്ന അർത്ഥത്തിൽ ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തി മുഷ്ടി ചുരുട്ടി കാണിച്ചു. അപ്പോൾ അയാൾ എൻ്റെ എല്ലും മാംസവും വേർപ്പെടുത്തി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അതാണ് നെല്ലിക്ക തിന്ന് കുരു തുപ്പിക്കളഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലടക്കം സൂപ്പാക്കി കളയുമെന്ന അർത്ഥത്തിൽ ഞാൻ നെല്ലിക്ക കുരു അടക്കം തിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്, രാജാവ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സന്യാസി മനസ്സിലാക്കിയതല്ല രാജാവ് മനസ്സിലാക്കിയതല്ല സന്യാസി മനസ്സിലാക്കിയത്. ഇവരിരുവരും മനസ്സിലാക്കിയതല്ല ശ്രോതാക്കൾ മനസ്സിലാക്കിയത്. ഇതാണ് ആംഗ്യഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ വിനിമയത്തിന് ശബ്ദഭാഷ തന്നെ വേണം. അത് വലിയ അനുഗ്രഹമാകുന്നു. അല്ലാഹു തആല മനുഷ്യ ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹമായിട്ടാണ് ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലമഹുൽ ബയാൻ. അവന് സംസാര പാഠവം നൽകുകയുണ്ടായി, ഭാഷണ പാഠവം നൽകി, സംസാരിക്കാനുള്ള ശേഷി നൽകി എന്നത് വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നാവ് വലിയ അനുഗ്രഹമാണ്. നാവ് പ്രധാനമായി 4 ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഈ 4 ധർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായതാണ് സംസാരം എന്ന് പറയുന്നത്.
നാവിന് സ്പർശശക്തിയുണ്ട്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ത്വക്കുണ്ട്, സ്പർശമുള്ളതുപോലെ നാവ് കൊണ്ടും. അപ്പോൾ തണുപ്പും ചൂടുമൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നു നാവിന്. അപ്പോൾ മറ്റു ത്വക്ക് ഭാഗങ്ങൾക്കുള്ളതായിട്ടുള്ള സ്പർശശക്തി നാവിനുമുണ്ട്. രണ്ടാമതായിട്ട് സ്വേദശക്തി, രുചികൾ അനുഭവിക്കാൻ സാധിക്കുന്നു. അനേകായിരം രുചികൾ വേണമെങ്കിൽ നാവിന് അനുഭവിക്കുവാൻ സാധിക്കും, പേര് പറയാൻ സാധിക്കില്ലെങ്കിലും. പരിമിതമായ രുചികളുടെ പേര് മാത്രമേ വാസ്തവത്തിൽ നമ്മുടെക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അനുഭവത്തിൽ ധാരാളം രുചികൾ നാവ് അനുഭവിക്കുന്നു. ഇങ്ങനെ സ്വേദശക്തി നാവിനുണ്ട് രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് തിന്നുക, കുടിക്കുക എന്നത് അതിന് നാവ് സഹായകമാണ്. ദഹനത്തിൻ്റെ പ്രഥമമായ പ്രക്രിയ നടക്കുന്നത് വാസ്തവത്തിൽ എവിടെ വെച്ചാണ്? വായിൽ വെച്ചാണ്. ഉമിനീരുമായി സമഞ്ജസമായി സമ്മേളിച്ച് ദഹനപ്രക്രിയ നടന്ന ശേഷമാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ആഹാരപാനീയങ്ങൾ കഴിക്കുന്നതിന് ചവയ്ക്കുന്നതിനുമൊക്കെ നാവ് സഹായകമാകുന്നു. നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഭാഷണം, സംസാരം എന്ന് പറയുന്ന സംഗതിയാണ്. ജിഹ്വതന്നിലുണ്ടഹോ ചതുർതര സേവനം, ഭാഷണം തൻ പിന്നെയോ സ്വേദസ്പർശഭോജനം. ജിഹ്വതന്നിലുണ്ടഹോ ചതുർതര സേവനം, ഭാഷണം തൻ പിന്നെയോ സ്വേദസ്പർശഭോജനം. നാവിന് ഇങ്ങനെ 4 വിധത്തിലുള്ള സേവനമുണ്ട്. ഒന്ന് ഭാഷണമാണ്, മറ്റൊന്ന് സ്വേദനമാണ്, മറ്റൊന്ന് സ്പർശമാണ്, മറ്റൊന്ന് ഭോജനമാണ്. എന്നാൽ ഭാഷയുടെ ഉൽപ്പത്തി എപ്പോൾ എന്നതാണ്. ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ സോഴ്സിനെ സംബന്ധിച്ചിടത്തോളവും 2 വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഭൗതിക വീക്ഷണമാണ്, ഒന്ന് മതപരമായ വീക്ഷണമാണ്, അഥവാ ഇസ്ലാമികമായ വീക്ഷണം. ആദിമ മനുഷ്യന് വാസ്തവത്തിൽ സംസാരിക്കാനുള്ള പാഠവും ഉണ്ടായിരുന്നില്ലെന്നും അവിടെ ഭാഷാശാസ്ത്രന്മാർ പറയുന്നു. പ്രാഥമിക ഘട്ടത്തിൽ മനുഷ്യന് ഇന്നത്തെ രീതിയിൽ സംസാരിക്കാൻ അറിയുമായിരുന്നില്ല, ഭാഷ ഉണ്ടായിരുന്നില്ല, സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ജീവജാലങ്ങളുടെ, ജന്തുക്കളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു, പ്രകൃതിയുടെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ കാക്ക കരയുന്നതും കോഴി കൂകുന്നതും സിംഹം ഗർജിക്കുന്നതും നായ ഓലിയിടുന്നതും പട്ടി കുരയ്ക്കുന്നതും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ മർമര ശബ്ദവും അലമാലകൾ അലതല്ലുന്ന ശബ്ദവും കാറ്റിൻ്റെ മൂളിപ്പാട്ടും ചൂളം വിളിയും ഇതെല്ലാം മനുഷ്യ ശ്രദ്ധിക്കുകയുണ്ടായി. കാലാന്തരേണ ഈ ശബ്ദങ്ങളിൽ നിന്നൊക്കെ ആഗിരണം ചെയ്തുകൊണ്ട് ഒരു ഭാഷ സ്വരൂപിക്കുകയാണ് മനുഷ്യന്മാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ കാലാന്തരേണയാണ് രൂപപ്പെട്ടു വന്നത്. മനുഷ്യൻ്റെ എഴുത്തു കല കണ്ടുപിടിച്ചത് മുതൽക്കാണ് ചരിത്രകാലം തുടങ്ങുന്നത്. അന്ന് തൊട്ടാണ് വാസ്തവത്തിൽ നല്ല പുരോഗമനാത്മകമായ ശരിയായ പൂർണ്ണമായ ഭാഷ നിലവിൽ വന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മുടെ മതപരമായ വീക്ഷണത്തിൽ അങ്ങനെയല്ല. ആദിമ മനുഷ്യൻ പ്രാകൃതനായിരുന്നില്ല. ആദിമ മനുഷ്യരും അവരുടെ സന്താനങ്ങളും ഭാഷ അറിയാത്തവരായിരുന്നില്ല. ആശയവിനിമയത്തിന് വേണ്ട ഭാഷ അള്ളാഹു തആല വരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയിൽ പ്രപഞ്ചത്തിൻ്റെ ആകത്തുകയായ മനുഷ്യനെ സംവിധാനിച്ചപ്പോൾ അവൻ ഭാഷ അറിയാത്തവനോ ലക്ഷ്യമറിയാത്തവനോ ആയി അവനെ അരക്ഷിതാവസ്ഥയിൽ ഒരിക്കലും സൃഷ്ടാവ് വിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദിമപിതാവായ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു തആല എല്ലാ വസ്തുക്കളുടെയും എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നാമങ്ങൾ മാത്രമല്ല, ഓരോ വസ്തുവിൻ്റെയും ഉപയോഗമെന്തെന്നും ലക്ഷ്യമെന്തെന്നും അതിൻ്റെ പേരുകൾ എന്തെന്നും അത് സംബന്ധമായ വിവരങ്ങളെല്ലാം പഠിപ്പിക്കുകയുണ്ടായി. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി ജീവിച്ചത് എവിടെ? സ്വർഗ്ഗലോകത്ത് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം സ്വർഗ്ഗലോകത്തിലായിരുന്നു. സ്വർഗ്ഗലോകത്ത് അങ്ങോരുടെ ഭാഷ അറബിയായിരുന്നു. സ്വർഗത്തിലെ ഭാഷ അറബിയാണ്. എനിക്ക് ലോകാവസാനത്തിന് ശേഷം സ്വർഗവും നരകവും നിലവിൽ വരുമ്പോൾ അപ്പോൾ സ്വർഗനിവാസികൾ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷ അറബി ഭാഷയാണെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം സ്വർഗനിവാസം കൊണ്ടപ്പോൾ സംസാരിച്ച ഭാഷ അറബി ഭാഷയായിരുന്നു. ഭൂലോകത്തേക്ക് അവതരിച്ചപ്പോൾ പിന്നെ സംസാരിച്ച പ്രധാന ഭാഷ എന്തായിരുന്നു ചോദിച്ചാൽ സിറിയൻ ഭാഷ, സുറിയാനി ഭാഷയായിരുന്നു.
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശിരോമണി തങ്ങൾ പറയുന്നു, ഇമാം തൊബിരി ഇബ്നു ജരീർ തൊബിരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അർബഅത്തു സുരിയാനിയൂന ആദമു വ ശീസും വ ഇദ്രീസു വ നൂഹൻ. 4 പ്രവാചകന്മാർ സിറിയൻ ഭാഷക്കാരായിരുന്നു, സുരിയാനികളായിരുന്നു. 1 ആദം അലൈഹിസ്സലാം, 2 ഷീസ് അലൈഹിസ്സലാം, 3 ഇദ്രീസ് അലൈഹിസ്സലാം, 4 നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെയാണെങ്കിലും ആദം നബി അലൈഹിസ്സലാമിൻ്റെ സുപ്രധാന ഭാഷ, ഭൗമിക ലോകത്തുള്ള ഭാഷ സുരിയാനി ഭാഷയായിരുന്നുവെങ്കിലും മഹാനവറുകൾ ഇതര ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ നാമങ്ങളും എല്ലാ ഭാഷകളും പഠിപ്പിച്ചു എന്നതിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. മഹാനവറുകൾക്ക് 700 ഭാഷ വശമുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം അങ്ങോട്ട് പ്രധാന ഭാഷ സുരിയാനി ഭാഷയായിരുന്നുവെങ്കിലും 700 ഭാഷകൾ ആദിമ പിതാവിന് വശമായിരുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായത് അറബി ഭാഷയായിരുന്നു. അറബി ഭാഷയായിരുന്നു ഈ ഭാഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും സന്തതികളാണ് മനുഷ്യരെങ്കിലും മനുഷ്യർ വിവിധ വിഭാഗങ്ങൾ, വിവിധ നാട്ടുകാർ, വിവിധ ഗോത്രക്കാർ വിവിധ ഭാഷകളാണ് സംസാരിച്ചു വരുന്നത്. മൂലഭാഷയായ 700 ഭാഷ ആദിനവിഷയുടെ ഭാഷയിൽ നിന്ന് പിന്നീട് ഉൾപ്പിരിവുകളുണ്ടായി, വകഭേദങ്ങളുണ്ടായി, അങ്ങനെ പല ഭാഷക്കാരായി മാറി. ഒമിൻ ആയാത്തിഹി ഖൽഖു സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതിക്കും. വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചെടുത്തു പറയുന്നു, ഒമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അവൻ്റെ അമേയമായ അറിവിൻ്റെയും അപാരമായ യുക്തിയുടെയും അവൻ്റെ ശക്തിയുടെയും തെളിവുകളിൽപ്പെട്ടതാണ് ഖൽഖു സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചു എന്നത്. മാത്രമല്ല വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ അൽസിനത്തിന് നിങ്ങളുടെ ജിഹ്വകൾക്കുള്ള വ്യത്യാസം, അൽവാനിക്കും നിങ്ങളുടെ ലൗനുകൾക്ക് വർണ്ണങ്ങൾക്കുള്ള വ്യത്യാസം. അപ്പോൾ ഒഖ്തിലാഫു അൽസിനത്തിക്കും നിങ്ങളുടെ ജിഹ്വകൾക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വ്യാഖ്യാനമാണ് അതിന് മഹാന്മാരായിട്ടുള്ള ഖുർആൻ ഭാഷ്യകാരന്മാർ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ളത്. ഒഖ്തിലാഫു അൽസിനത്തിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ഭാഷാ വ്യത്യാസം, രണ്ടാമത്തേത് എന്താ? ശബ്ദ വ്യത്യാസം. ഓരോ മനുഷ്യനും ഓരോ രീതിയിലുള്ള ശബ്ദമാണുള്ളത്. ഒരാളുടെ ശബ്ദം പോലെ മറ്റൊരാൾക്ക് ശബ്ദമില്ല. അവൻ്റെ ശബ്ദം മറ്റൊരാൾ പ്രിറ്റൻഡ് ചെയ്താലും ശരി, ശബ്ദവും തമ്മിൽ അന്തരമുണ്ട്. 1 കോടി ജനങ്ങളെ ഒന്നിച്ചണി നിരത്തിയാലും ഒരാളുടെ ശബ്ദം പോലെ മറ്റൊരാൾക്ക് ശബ്ദമില്ല. ഒഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ജിഹ്വകളുടെ അന്തരം, വ്യത്യാസം, അതിൽ ഒരർത്ഥം അതാണ് ശബ്ദങ്ങളുടെ വ്യത്യാസം. മറ്റൊന്നെന്താണ്? ഭാഷാ വ്യത്യാസം. ഭാഷാ വ്യത്യാസമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ വിവിധ ഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും എന്നുകൂടി ഖുർആൻ പറഞ്ഞു. സൂറത്തുർ റൂം 22-ാമത്തെ ആയത്തിൽ നിങ്ങളുടെ അൽവാനിൻ്റെ, നിങ്ങളുടെ വർണ്ണങ്ങളുടെ വ്യത്യാസം. ഇഖ്തിലാഫുൽ അൽവാൻ എന്ന് പറയുമ്പോൾ അൽവാനിൻ്റെ വ്യത്യാസം എന്നതിന് 2 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, വർണ്ണങ്ങളുടെ വ്യത്യാസം, തൊലികളുടെ വർണ്ണം. എല്ലാവർക്കും ഒരു വർണ്ണമാണോ? അല്ല. നീഗ്രോകൾ കറുകറുത്തിരിക്കുമ്പോൾ യൂറോപ്യർ എന്ത് ചെയ്യുന്നു? വെളുവെളുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? രണ്ടാമത്തെ വ്യാഖ്യാനം അത് അൽവാനുൽ ഇഖ്തിലാഫുൽ അൽവാൻ എന്ന് പറഞ്ഞാൽ രൂപങ്ങളിലുള്ള വ്യത്യാസമാണ്. രൂപങ്ങളുടെ പ്രധാന ഭാഗം എവിടെയാണ് പ്രകടമാകുന്നത്? രൂപവ്യത്യാസം മുഖത്താണ്. ഒരാളുടെ മുഖം പോലെ മറ്റൊരാൾക്ക് മുഖമില്ല. ഒരാൾക്ക് മുഖമുള്ളതുപോലെ മറ്റൊരാൾക്ക് മുഖമില്ല. 1 കോടി ജനങ്ങളാണ് ഈ നിരത്തിയെന്ന് വിചാരിക്കുക. അല്ല, ലോകത്തിൻ്റെ മനുഷ്യോൽപ്പത്തിയുടെ ആദ്യം മുതൽ ആദം അലൈഹിസ്സലാം, ആദ്യം മനുഷ്യനായ ആദം അലൈഹിസ്സലാം തൊട്ട് ലോകാവസാനം വരാനിരിക്കുന്ന സകല മനുഷ്യരെയും ഒന്നിച്ചണി നിരത്തിയാലും ഒരു മുഖം പോലെ മറ്റൊരു മുഖമുണ്ടാകുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ്. അള്ളാഹു പ്രത്യേകമായി ഇതെടുത്ത് അള്ളാഹുവിൻ്റെ ആയാത്തിൽ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത് എത്ര വലിയ അനുഗ്രഹമാണ്. എല്ലാവരും ഒരേ രൂപത്തിലും ഒരേ വർണ്ണത്തിലും ഒരേ ശബ്ദത്തിലുമായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾക്ക് ഉപ്പയെ എളാപ്പയിൽ നിന്ന് മൂത്താപ്പയിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കുകയില്ല. ഉമ്മയെ എളാമയിൽ നിന്നോ മൂത്തമ്മയിൽ നിന്നോ വേർതിരിക്കാൻ സാധിക്കുകയില്ല. ഭാര്യയെ അന്യസ്ത്രീയിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കുകയില്ല. അയൽക്കാരന് വിദൂരവാസിയെ നിന്ന് അയൽവാസിയെ വേർതിരിക്കാൻ സാധിക്കുകയില്ല. പണ്ഡിതനെ പാമരയിൽ നിന്നോ ഉദാരമതിയെ
പിശുക്കനിയിൽ നിന്നോ കടദാണ്ടാവിനെ കടം സ്വീകരിച്ചിട്ടുള്ള അധമരനിൽ നിന്നോ വേർതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ക്രയവിക്രയം നടന്നാൽ ക്രേതാവും വിക്രേതാവും തമ്മിൽ വിവേചിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഉപകാരിയും ഉപദ്രവകാരിയും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും, അവരെ വിവേചിക്കാൻ സാധിക്കുമായിരുന്നില്ല. സത്യം പറയുന്നവനും അസത്യം പറയുന്നവനും തമ്മിൽ വിവേചിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ഉദാഹരണപ്പെട്ടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ പിതാവാണെന്ന്. വേണ്ട ഉപചാര ചടങ്ങുകളൊക്കെ നടത്തി, വേണ്ട ആനുകൂല്യങ്ങളൊക്കെ വകച്ചു കൊടുത്തു. അയാൾ പോയതിന് ശേഷം മറ്റൊരാൾ വന്നിട്ട് യഥാർത്ഥ പിതാവ് വരുന്നു. അപ്പോൾ നാം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലാകെ കാലുഷ്യവും ബഹളവുമാകുമായിരുന്നേനെ. നിൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരാൾ വന്നു, ഞാൻ നിങ്ങളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു വ്യാജേന അവളെ കബളിപ്പിക്കുകയുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ഭർത്താവ് വരുന്നു. എന്താണ് സംഭവിക്കുക? എന്നാൽ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരിക്കത്തക്കവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാക്കി, വർണ്ണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാക്കി, മുഖഭാവങ്ങൾ തമ്മിൽ, രൂപങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാക്കി. വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതിക്കും വ അൽവാനിക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭാഷാ വൈവിധ്യം അത് വലിയ സംഗതിയായി അല്ലാഹുതആല എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമായി അല്ലാഹുതആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ലോകത്ത് പ്രധാന ഭാഷകൾ 400-ൽ പരം പ്രധാന ഭാഷകളുണ്ട്. ഇന്ത്യയിൽ തന്നെ അംഗീകൃത ഭാഷകൾ 22ഓളമുണ്ട്. മൊത്തം ഇന്ത്യ ഭാഷകളുടെ ലിഖിത ഭാഷയും അലിഖിത ഭാഷയുമായിട്ട് അംഗീകൃതവും അനംഗീകൃതവുമായിട്ട് 1652ഓളം ഭാഷകളുണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾ സംസാരിക്കുന്ന ദേശീയ ഭാഷ 29 എണ്ണമുണ്ട്. 10,000-ത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ 122 ഉണ്ട്. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ വിവിധ സ്റ്റേറ്റിൽ വിവിധ ഭാഷകൾ അല്ല, ഒരു സ്റ്റേറ്റിൽ തന്നെ വിവിധ ഭാഷകൾ. അതാണ് അത്ഭുതം. ഒരു സ്റ്റേറ്റിൽ തന്നെ വിവിധ ഭാഷകളുണ്ട്. ആന്ധ്രയിൽ ചെന്നാൽ തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് കാണാം. മേഘാലയയിൽ ചെന്നാൽ കാശി, പിനാർ, ഗാരോ, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ കാണാം. സിക്കിമിൽ ചെന്നാൽ ഭൂട്ടിയ, ഹിന്ദി, നേപ്പാളി, ലിംബു എന്നീ ഭാഷകൾ കാണാം. അത്ഭുതമല്ലേ ഇത്? വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭാഷ മനുഷ്യൻ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്? ഭാഷ എപ്പോൾ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി? അതെ, ഓരോ ശിശുവും എപ്പോഴാണ് ഭാഷ പഠിക്കുന്നത്? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. മനുഷ്യൻ വാചാലനാകുന്നു, സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, പാടുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ അവൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ സാധിക്കാത്തവനായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ൽ 78-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, അള്ളാഹു നിങ്ങളെ വിളിക്കുകൊണ്ടുവന്നു മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് വിളിക്കുകൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅ, നിങ്ങളൊന്നും അറിയാത്തവരായിരിക്കെ, ഒരക്ഷരവും നിങ്ങൾക്കറിയില്ല, ഒരു ഭാഷയും അറിയില്ല, ഒരു വിദ്യയും ഒരറിവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങളുടെ പരിസരത്തെയും ലോകത്തെയും സാക്ഷികളാക്കി മനുഷ്യ നീ വിവരമില്ലാത്തവനാണ് എന്നതിന് സാക്ഷികളാക്കിയതിന് ശേഷമാണ് അള്ളാഹു നിനക്ക് ശ്രവണശക്തി, ദർശനശക്തി, ചിന്താശക്തി ഒക്കെ നൽകിക്കൊണ്ട് പിന്നീട് ഗ്രാജ്വലി അറിവുകൾ നൽകുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ശ്രവണശക്തി നൽകി, വൽ അബ്സാർ, അതുപോലെ ദർശനശക്തികൾ നൽകി, വൽ അഫ്ഇദ, ചിന്താശക്തികൾ നൽകി, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ കൃതജ്ഞതയുള്ളവരാകുവാൻ, നന്ദിയുള്ളവരാകുവാൻ. പ്രപഞ്ചമഹാപുസ്തകത്തിൽ നിന്ന്, മഹാഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയും അമേയമായ യുക്തിയും കഴിവും ഏകത്വവും എല്ലാം വായിച്ചെടുത്ത് അവനോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ പ്രകൃതിയ മനുഷ്യൻ്റെ ഭാഷയുണ്ടോ? ഇല്ല, ജന്മന ഭാഷയില്ല. എല്ലാ ശിശുക്കളും മലയാളിയുടെ ശിശുവും, തമിഴൻ്റെ ശിശുവും, കന്നഡക്കാരൻ്റെ ശിശുവും, അറബിയുടെ ശിശുവും, ഇംഗ്ലീഷുകാരൻ്റെ ശിശു, ഹിന്ദിക്കാരൻ്റെ ശിശു, എല്ലാ ശിശുക്കളും അവിടെ ആശയ പ്രകടനത്തിന്, വികാര പ്രകടനത്തിന് കരയുക മാത്രമാണ് ചെയ്യുന്നത്. അവർ കരയുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് അവർ സാഹചര്യത്തിൽ നിന്ന് ഭാഷ ഒപ്പിയെടുക്കുകയാണ്.
പ്രകൃതിയാൽ തന്നെ ഒരു ഭാഷയില്ല മനുഷ്യൻ, ജന്മനാ ഭാഷയില്ല. അതുകൊണ്ടാണല്ലോ വന്യമൃഗങ്ങൾ വളർത്തിയ ചില കുട്ടികളെ പിൽക്കാലത്ത് കണ്ടു കിട്ടിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കുട്ടികളെ, മനുഷ്യക്കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാറുണ്ട്. അത് എന്താണ്, പല ഉദ്ദേശങ്ങളും പറയപ്പെടുന്നു. ഒന്ന്, അവരുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി, മറ്റൊന്ന് കുട്ടികൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ വേണ്ടി. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ തട്ടിക്കൊണ്ടു പോകാറുണ്ട്. അങ്ങനെ മൃഗസങ്കേതങ്ങൾ, അങ്ങനെ ഹിംസ്ര ജന്തുക്കളുടെ സങ്കേതത്തിൽ വളർന്നിട്ടുള്ള ചില ശിശുക്കളെ പിൽക്കാലത്ത് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അവർ മനുഷ്യസങ്കേതത്തിൽ വന്നു നോക്കുമ്പോൾ അവർ 6, 7, 8 വയസ്സുകളൊക്കെ ആയിട്ടുണ്ടെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ അറിയില്ല. അവർ ഗർജിക്കുകയോ ഓലിയിടുകയോ കുരയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്, അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ പരിസരത്ത് നിന്ന് ഒപ്പിയെടുത്ത് ലാംഗ്വേജ് അതാണെന്നർത്ഥം. എന്നാൽ ഇങ്ങനെ മനുഷ്യൻ എന്താണെന്ന് ജന്മന ഭാഷയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും അറിയാത്തവരായിരിക്കെ നിങ്ങളെ വിളിക്കുകൊണ്ടുവന്നു. പിന്നീട് വജഅലലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തശ്കുറൂൻ. ഞങ്ങൾക്ക് ശ്രവണശക്തിയും ദർശനശക്തിയും ചിന്താശക്തിയും നൽകി ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ കൃതജ്ഞരുണ്ടാകുവാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഈ ശിശുക്കൾ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് ആദ്യമായിട്ട് 2 കഴിവുകൾ നേടുകയാണ്. ഒന്നാമത്തേത് ശ്രവണമാണ്, രണ്ടാമത്തേത് ഭാഷണമാണ്. വീടുകളുടെ സാഹചര്യത്തിന് സാധാരണഗതിയിൽ വാചനമോ ലേഖനമോ പഠിക്കുന്നില്ല, ശ്രവണവും ഭാഷണവുമാണ് പഠിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കന്മാർ, വീട്ടിലെയുള്ള സഹോദരി ഈശ്വരന്മാർ തുടങ്ങിയവരുടെ വായിലേക്ക് ഉറ്റുനോക്കുന്നവർ അങ്ങനെ വളരെ ജിജ്ഞാസയോടുകൂടി ഉറ്റുനോക്കുന്നു. അങ്ങനെ വായിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദങ്ങൾ അവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആദ്യമായി കേട്ട് പിന്നീട് അങ്ങനെ അവർ കൊച്ചു ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഭാഷണം, സംസാരം പഠിക്കുന്നു. വാസ്തവത്തിൽ ഒരു അധ്യാപകൻ്റെ അധ്യാപനം ഇവിടെ നടക്കുന്നില്ല. അള്ളാഹു തആല വലിയ അനുഗ്രഹമാണ്. സാഹചര്യത്തിൽ നിന്ന്, പരിസരത്ത് നിന്ന് ഭാഷ അവൻ ഒപ്പിയെടുക്കുന്നു. അങ്ങനെ ശ്രവണം ആദ്യമായി ഭാഷ കേൾക്കുന്നു, പിന്നെ ഭാഷണം സംസാരിക്കാൻ തുടങ്ങുന്നു. ഇനി അവന് വായന വേണം, ലേഖനം എഴുത്ത് വേണം. അതിനാണ് വിദ്യാലയങ്ങൾ. വിദ്യാലയങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വാസ്തവത്തിൽ അവൻ്റെ ഭാഷണത്തിലുള്ള വൈകല്യങ്ങൾ തീർക്കുന്നു. വിദ്യാലയങ്ങളിൽ അവിടെ വാചനം അവന് വായിക്കാൻ പഠിക്കുന്നു, ലേഖനം എഴുതാൻ വേണ്ടി പഠിക്കുന്നു. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ജന്മനാ ഭാഷയില്ല, പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു തആല ഭൂരിപക്ഷം ആളുകൾക്ക് നൽകുന്നതാണ്. ചില ആളുകൾ സംസാരശേഷിയില്ലാത്തവരുണ്ടാകും എന്നതിവിടെ നിഷേധിക്കുന്നില്ല. ഈ കാര്യം ഇവിടെ നിഷേധിക്കുന്നില്ല. അപ്പോൾ വിവിധങ്ങളായ ഭാഷകളുണ്ട്. ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഏത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാഷകളുടെ കൂട്ടത്തിൽ ഓരോ ഭാഷയുടെ ആൾക്കാരും അവകാശവാദം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. തൻകുഞ്ഞ് തനിക്ക് വലുതെന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും തങ്ങളുടെ ഭാഷയെപ്പറ്റി പഠിക്കും. അറബി ഭാഷ ജീവൽ ഭാഷയാണ്. എന്ന് മാത്രമല്ല, ജനസമുദായങ്ങളിൽ നിന്ന് ആദ്യമായി വിജ്ഞാന ശേഖരണത്തിനും വിജ്ഞാന ക്രോഡീകരണത്തിലേക്കും നേരത്തെ മുമ്പോട്ട് വന്നവർ ആര് എന്ന പഠനം പലരും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഓറിയൻ്റലിസ്റ്റായ ജോർജ് സീഡാൻ അദ്ദേഹത്തിൻ്റെ താരീഖ് അദാബിൽ ലുഗത്തിൽ അറബിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ 2 വസ്തുതകൾ നിങ്ങൾ കേൾപ്പിക്കുകയാണ്. താരീഖ് അദാബിൽ ലുഗത്തിൽ അറബിയ എന്ന് പറയുമ്പോൾ ആദ്യമായി അറബി സാഹിത്യ ചരിത്രത്തിൽ ആധികാരികമായൊരു ഗ്രന്ഥം, ബൃഹത്തായ 4 വാല്യമുള്ളൊരു ഗ്രന്ഥം എഴുതിയത് ജോർജ് സീഡാനാണ്. അദ്ദേഹം ഓറിയൻ്റലിസ്റ്റാണ്. അദ്ദേഹത്തിന് പക്ഷം പിടിച്ച് മുസ്ലിമുകളുടെ പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ പൗരസ്ത്യരുടെ പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല, അറബി ഭാഷയുടെ പക്ഷം പിടിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഓറിയൻ്റലിസ്റ്റുകൾക്ക് വാസ്തവത്തിൽ എന്തിനാണ് പൗരസ്ത്യ ദേശത്തേക്കൊന്ന് പൗരസ്ത്യ സംസ്കാരവും ഭാഷയും പഠിക്കുന്നത് തന്നെ എന്തിനാണ്? പൗരസ്ത്യരെ എതിർക്കാനും ഇസ്ലാമിനെ വിമർശിക്കുവാനും വേണ്ടിയാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഒരിക്കലും തന്നെ എന്താണ് മുസ്ലിം പക്ഷം പിടിച്ചുകൊണ്ടോ ഭാഷാപക്ഷം പിടിച്ചുകൊണ്ടായിരിക്കുകയില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ജോർജ് സീദാൻ പറയുന്നു, ലാ ഖിലാഫ ഫി അന്നശർക്ക് അസ്ബഖു ഇലാ തദ്വീനിൽ ഇൽമി മിനൽ ഖുർബ്. ആദ്യമായിട്ട് പൗരസ്ത്യരാണ് പാശ്ചാത്യരെക്കാൾ മുമ്പേ വിജ്ഞാനത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ ക്രോഡീകരണത്തിലേക്ക് ആദ്യമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. അവർ ആദ്യമായി കവിതകൾ രചിക്കുകയും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുകയും നക്ഷത്രങ്ങളെ നിരീക്ഷണം നടത്തുകയും അവയുടെ സ്ഥാനനിർണ്ണയം നടത്തുകയും അവയ്ക്ക് പേര് നൽകുകയും ചെയ്തവരാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഗൊർബു ഫി ഗൊഫിലത്തിൻ വദലാമിൻ ദാമിസ്. ആ സമയത്ത് പാശ്ചാത്യർ അശ്രദ്ധയിലും കൂരിട്ടിലുമായിരുന്നു.
എന്നാൽ പിന്നെ പൗരസ്ത്യരാണ് ആദ്യമായിട്ട് വാസ്തവത്തിൽ വിജ്ഞാനത്തിലേക്ക്, വിജ്ഞാന സമ്പാദനത്തിലേക്കും വിജ്ഞാന ക്രോഡീകരണത്തിലേക്കും വന്നതെങ്കിൽ പൗരസ്ത്യരിൽ നിന്ന് ആരാണ് ആദ്യം വന്നത്? തുടർന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു, നൈൽ നദീ തടത്തിലെ ജനങ്ങളും യൂഫ്രട്ടീസ് തടത്തിലെ ജനങ്ങളുമാണ് ആദ്യമായിട്ട് മുമ്പോട്ട് വന്നത് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അങ്ങനെ അവർ മുമ്പോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് എന്താണെന്ന് പറഞ്ഞാൽ അസബക്കു ബിലാദിൽ മഷ്രിഖ് അവരാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവരിൽ നിന്ന് ആണ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത്. ആ സമയത്ത് ലോക ജനത വസായുറുൽ ആലമി ഫീൽ ലലാം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. മറ്റ് ജനങ്ങളൊക്കെ കൂരിരുട്ടിലായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ താരിഖ് ആദാബിൽ ലുഗത്തിൽ അറബിയ എന്ന് പറയുന്ന ജോർജ് സേൻ്റെ ഗ്രന്ഥം 1-ാം വാല്യം 14-ാം പേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുറന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നത്, അമ്മ അക്കിടമു അസരീൻ എൽമിയും ബക്കയ്യ സാലിമൻ കാമിലൻ ഇല അഹദ ലഹരി ഹുവ ശരീഅത്തു ഹമ്മൂറാബി എന്നതാണ്. ഏത് സംസ്കാരമാണ് ഏറ്റവും പ്രാചീനമായ, കണ്ടെത്തിയ ഏറ്റവും പ്രാചീനമായ സംസ്കാരം എന്ന ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, സുരക്ഷിതമായും സമ്പൂർണ്ണമായും അവശേഷിച്ച വൈജ്ഞാനിക അവശിഷ്ടം അതിൽ നിന്ന് ഏറ്റവും പ്രാചീനമായത് ഹമ്മൂറാബികളുടെ സംസ്കാരമാണ്. ഹമ്മൂറാബികളുടെ സംസ്കാരം അദ്ദേഹം തന്നെ പറയുന്നു, അൽ അറബു ഖബലിൽ ഇസ്ലാം, അറബികൾ ഇസ്ലാമിന് മുമ്പ് എന്ന എൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട്. ഹമ്മൂറാബികളുടെ സംസ്കാരം അറബി സംസ്കാരമായിരുന്നുവെന്നും അവരുടെ ഭരണകൂടം അറബി ഭരണകൂടമായിരുന്നു ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഹമ്മൂറാബികളുടെ ഭരണകൂടമാണ് ഏറ്റവും പ്രാചീനമായിട്ട് അറബി ഭരണകൂടങ്ങളിൽ. അങ്ങനെയാണെന്ന് വെക്കുമ്പോൾ അത് അറബി ഭരണകൂടമായിരുന്നു എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അങ്ങനെയാണെന്ന് വരുമ്പോൾ കാന അക്ദമുൽ ആസാരിൽ ഇൽമിയ അൽ ബാക്കിയ കാമിലത്തൻ അറബിയിൽ ഫിക്കർ, അവശേഷിച്ച സമ്പൂർണ്ണമായി അവശേഷിച്ചിട്ടുള്ള വൈജ്ഞാനിക പൈതൃകങ്ങളിലേറ്റവും പ്രാചീനമായിട്ടുള്ളത് അത് അറബി ആശയവും അറബി സംസ്കാരവുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പ്രസ്തുത ഗ്രന്ഥം 1-ാം വാല്യം 16-ാം പേജിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു, ഇന്നൽ ആദാബൽ അറബിയ്യത്തെ കാനത്ത് അസാസൻ ലി ആദാബി കുല്ലി ഉമ്മത്തിൻ ലഹറത്ത് ഫി അസ്നായി തമദ്ദുനിൽ ഇസ്ലാമിയ ബഅദഹു ഹത്താ ഫി യൂറോപ്പ. അറബി സാഹിത്യങ്ങൾ അതായിരുന്നു ഇസ്ലാമിക നാഗരികതയുടെ ഉത്ഥാനത്തിന് മുമ്പും ശേഷവുമായിട്ട് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സകല സമുദായങ്ങളുടെയും സാഹിത്യങ്ങൾക്ക് അസ്ഥിവാരമിട്ടത് അറബി സാഹിത്യങ്ങളായിരുന്നു, സാഹിത്യശാഖകളായിരുന്നു എന്ന് പറഞ്ഞു. എത്രത്തോളം യൂറോപ്പിൽ വരെ എന്ന്. പാശ്ചാത്യരായ ആളുകളുടെ അവിടെ അന്തിമമായ നവോത്ഥാന വേളയിൽ അവരുടെ നാഗരികതയുടെ ആവിഷ്കാരത്തിൽ അറബികൾ വിട്ടേച്ചു പോയിട്ടുള്ള, അറബികൾ ലോകത്തിന് നൽകിയിട്ടുള്ളതായ വിജ്ഞാന ഗ്രന്ഥങ്ങളും ദാർശനിക ഗ്രന്ഥങ്ങളുമാണ്, ദർശന ഗ്രന്ഥങ്ങളുമാണ് അവലംബിച്ചിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം അവിടെ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, വളരെ പ്രാചീനമായ പൈതൃകമാണ് അറബികൾക്കും അറബി സംസ്കാരത്തിനും അറബി ഭാഷക്കുമുള്ളത് എന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരിൽ നിന്നാണ് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് സംസ്കാരങ്ങളിലേക്ക് നീങ്ങിയത്, മറ്റ് ഭാഷക്കാരിലേക്ക് നീങ്ങിയത്. അവിടെ മധ്യപൗരസ്ത്യ ദേശത്ത് നിന്നത് പിന്നെ വിജ്ഞാനം യവനിലേക്ക് നീങ്ങി, അവരിൽ നിന്ന് വീണ്ടും അത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള സമുദായങ്ങളിലേക്ക് നീങ്ങി, അവസാനം പാശ്ചാത്യരിലേക്ക് എത്തിപ്പെട്ട സംഭവം അദ്ദേഹം വിശദമായി സമർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയ ഹ്രസ്വത പരിമിതി പരിഗണിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. സെമിറ്റിക് ഭാഷകളിലെ ഏറ്റവും ഉന്നതമായ ഭാഷ, ഔന്നത്യത്തിലെത്തുന്ന ഭാഷ അറബി ഭാഷയാണെന്നുകൂടി ജോർജ് സേൻ സമർത്ഥിക്കുന്നു. അൽ ലുഗത്തുൽ അറബിയ്യത്തു ഹിയ ഇഹ്ദൽ ലുഗാത്തി ഇസ്ലാമിയ്യ. സെമിറ്റിക് ഭാഷകളിൽപ്പെട്ടൊരു ഭാഷയാണ് അറബി. സെമിറ്റിക് ഭാഷകൾ എന്ന് പറഞ്ഞാൽ സാമു ബിൻ നൂഹ് എന്ന് പറയുന്ന മഹാൻ്റെ സന്താന പരമ്പരകൾ സംസാരിച്ച ഭാഷക്കാണ് സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. അത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിൽ ഉള്ള പ്രദേശങ്ങളിൽ താമസിച്ചവരും അറേബ്യൻ ഉപദ്വീപിൽ താമസിച്ചവരും ഷാമിൽ സിറിയയിൽ താമസിച്ചിട്ടുള്ള ജനങ്ങളാണ് സെമിറ്റിക് ഭാഷ സംസാരിച്ചിരുന്നത്.
അതിലേറ്റവും പ്രസിദ്ധമായത് സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും പ്രസിദ്ധമായത് അറബി ഭാഷയും സിറിയൻ ഭാഷയും ഹിബ്രു ഭാഷയും ഫിനീഷ്യൻ ഭാഷയും അസീരിയൻ ഭാഷയും ബാബിലോണിയൻ ഭാഷയും എത്യോപ്യൻ ഭാഷയുമാണ്. എന്നാൽ ഇതിൽ നിന്ന് ജീവൽ ഭാഷയായി അവശേഷിച്ചിട്ടുള്ളത് 4 ഭാഷകൾ മാത്രമാണ്. അറബി ഭാഷ, എത്യോപ്യൻ ഭാഷ, ഹിബ്രു ഭാഷ, സുരിയാനി എന്ന് പറഞ്ഞ സിറിയൻ ഭാഷ, അതുപോലെ പിന്നെ ഇത്രയും 4 ഭാഷകളാണ്. ഈ 4 ഭാഷകളിൽ ഏറ്റവും ഔന്നത്യം പുലർത്തിയ ഭാഷ ഏതാണ്? വല്ല അറബിയത്തു അർക്കഹ ജമിയൻ എന്നാണ് ജുറജീദാൻ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മേൽ പറഞ്ഞ ഗ്രന്ഥത്തിൽ 1-ാം വാല്യം 36-ാമത്തെ പേജിൽ പറയുന്നു, വൽ അറബിയത്തു അർക്കഹ ജമിയ. അറബി ഭാഷയാണ് ഈ അവശേഷിച്ചിട്ടുള്ള സെമിറ്റിക് ഭാഷകളിൽ നിന്ന് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല സെമിറ്റിക് ഭാഷകളിൽ സാഹിത്യത്തിലെ സമ്പന്നമായത് ഏതാണ്? അറബി ഭാഷയാണ്. ആദാബുൽ ലുഗത്തിൽ അറബിയ അഖിനൽ ആദാബി ഇസ്ലാമിയ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അറബി ഭാഷാ സാഹിത്യങ്ങൾ സെമിറ്റിക് സാഹിത്യ ശാഖകളിൽ വെച്ച് ഏറ്റവും ഐശ്വര്യപൂർണമായതാണ്, സമ്പന്നമായതാണെന്ന് പറഞ്ഞു. എന്നല്ല വീണ്ടും അദ്ദേഹം പറയുന്നു, ബൽഹിയ അലൽ ഇജ്മാലി അഖിന ആദാബി ഷായിരി ലുഗാറ്റില്ലാലം എന്ന് മാത്രമല്ല ലോകഭാഷകളിലെ സാഹിത്യങ്ങളിൽ വെച്ച് പൊതുവെ പറഞ്ഞാൽ ഏറ്റവും സമ്പന്നമാണ് എന്ന്. എന്താ അതിൻ്റെ കാരണം? മതിയായ കാരണമുണ്ട്. ലോകഭാഷകളിലെ സാഹിത്യങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും സമ്പന്നമായിരുന്നു അറബി സാഹിത്യം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് അറബി സാഹിത്യങ്ങൾ രചിച്ചിട്ടുള്ള ആവിഷ്കരിച്ചിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഉപജ്ഞാതാക്കൾ, അവർ ഇസ്ലാമിക നാഗരികതയ്ക്ക് ഇടയിൽ വാസ്തവത്തിൽ അവർ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള മിശ്രിതമായിരുന്നു, വിവിധ നാടുകളിൽ നിന്നുള്ളവരായിരുന്നു, വിവിധ സംസ്കാരങ്ങളിൽ നിന്നവരായിരുന്നു. ഇസ്ലാം രംഗത്ത് വന്നപ്പോൾ വിവിധ നാട്ടുകാർ, വിവിധ സംസ്കാരക്കാർ, വിവിധ ഗോത്രക്കാർ, വിവിധ ഭാഷക്കാർ ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകുകയുണ്ടായി. അവർ അറബി ഭാഷ പഠിച്ചു, അറബികളായി മാറി. അറബി ഭാഷയിൽ കവിത രചിക്കുക, ഗ്രന്ഥരചന നടത്തുക, സാഹിത്യകൃതികൾ രചിക്കുക, അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, തുടങ്ങിയ കാര്യത്തിൽ വ്യാപൃതരായി. അങ്ങനെ വന്നിട്ടുള്ള കുസമാഗതരുടെ കൂട്ടത്തിൽ ഉഫിഹിമിൽ അറബിയുവൽ ഫാരിസിയുവൽ തുർക്കിയുവൽ ഹിന്ദി, അറബികൾ അവരുടെ കൂട്ടത്തിലുണ്ട്, പേർഷ്യക്കാരുണ്ട്, തുർക്കികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, സിറിയക്കാരുണ്ട്, ഇറാഖികളുണ്ട്, ഈജിപ്ഷ്യരുണ്ട്, റോമക്കാരുണ്ട്, അർമീനിയൻ ഉണ്ട്, ബർബരികളുണ്ട്, നീഗ്രോകളുണ്ട്. അങ്ങനെ വിവിധ ഭാഷക്കാരും ദേശക്കാരും നാട്ടുകാരും സംസ്കാരക്കാരും ഉണ്ടായിരുന്നു. ഒക്കുല്ലുഹും തഅറബു വനളമു ഷിഅറൽ അറബി വഅല്ലഫുൽ കുതുബൽ അറബിയ. അവരെല്ലാവരും അറബി ഭാഷ ഉൾക്കൊണ്ട് അറബി ഭാഷ പഠിച്ചു, അറബിയിൽ കവിതരചന നടത്തി, അറബിയിൽ ഗ്രന്ഥരചന നടത്തി. മാത്രമല്ല സാഹിത്യത്തിലും ഗ്രാമറിലും ചരിത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രത്തിലും അതുപോലെ ഫിലോസഫിയിലും എല്ലാം ഗ്രന്ഥരചന നടത്തി. അപ്പോൾ എന്തായിരുന്നു? വിവിധ സംസ്കാരങ്ങളിലെ, വിവിധ സമൂഹങ്ങളിലെ, വിവിധ ഭാഷക്കാരിലെ, വിവിധ നാട്ടിലെ മസ്തിഷ്ക ഫലങ്ങൾ, ചിന്താഫലങ്ങൾ ഒന്നായി സമഞ്ജസമാടി അറബി സാഹിത്യശാഖയിൽ സമ്മേളിക്കുകയുണ്ടായി. ഇതാണ് ഇത് സമ്പുഷ്ടമാകുവാനുള്ള കാരണമെന്ന് ജോർജ് സീദാൻ അദ്ദേഹത്തിൻ്റെ താരിഖ് ആദാബുൽ ലുഗത്തിൽ അറബിയ 1-ാം ഭാഗം 22-ാമത്തെ പേജിൽ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇസ്ലാം വരുമ്പോൾ അറബികളുടെ കയ്യിൽ ഒരു ഗ്രന്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. അറബികളുടെ കയ്യിൽ ഒരു വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞ കാര്യമായ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അറബികൾ ബഹുഭൂരിപക്ഷവും നിരക്ഷരരായിരുന്നു. അറബികൾ നിരക്ഷരായിരുന്നുവെന്നും അറബികളിലേക്ക് നിയുക്തനായ പ്രവാചകൻ നിരക്ഷരനായിരുന്നുവെന്നും എഴുത്തും വായന അറിയാത്തതായിരുന്നുവെന്നും വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരണമായപ്പോൾ വളരെ വിസ്മയാഹമായ രീതിയിലുള്ള അവതരണമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ആഹ്വാനം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നായിരുന്നു പ്രഖ്യാപനം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വായിക്കുക എന്നാണ് 1-ാമത്തെ ആഹ്വാനം. നിരക്ഷരരായ ഒരു സമൂഹത്തിൽ ആദ്യമായിട്ട് അവതരിക്കുന്ന ഫസ്റ്റ് ഓഡിയൻസ്, ഖുർആനിൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് ആരാണ്? നിരക്ഷരരാണ്, എഴുത്തും വായനയും അറിയാത്തവർ. അവർക്ക് ഈ സന്ദേശം ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകനോ അദ്ദേഹം നിരക്ഷരനായിരുന്നു. നിരക്ഷരനായ പ്രവാചകന് അവതരിപ്പിക്കപ്പെടുന്നത്
അദ്ദേഹം സമൂഹത്തെ ആദ്യമായി കൽപ്പിക്കുന്ന ദിവ്യ സന്ദേശം എന്താണ്? ഇഖ്റ എന്ന വായിക്കുകയാണ്. ബിസ്മി റബ്ബിക്ക, പക്ഷേ അലക്ഷ്യമായ വായനയല്ല. ബിസ്മി റബ്ബിക്ക അങ്ങയുടെ രക്ഷിതാവിൻ്റെ തിരുനാമത്തിൽ വായിക്കണമെന്നാണ്. സലക്ഷ്യമായ വായനയാണ് വായന ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യൻ സൈകൂട്ടുന്ന സിദ്ധാന്തത്തിൽ നിന്ന് മാതാവിൻ്റെ അണ്ടവും പുരുഷൻ്റെ ബീജവും കൂടി സമഞ്ജസമായി സമ്മേളിച്ചിട്ടുള്ള ആ സൈഗോട്ടിൽ സിദ്ധാന്തത്തിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ചു അല്ലാഹു തആല. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രം, നീ വായിക്കുക. വീണ്ടും പറയുന്നു അല്ലാഹു, നിന്റെ റബ്ബ് മഹാ ഉദാരമതിയാകുന്നു, വലിയ മഹാനുമാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, അള്ളാഹു പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാലം യഅലം, അവനറിയാത്ത പല സംഗതികളും പഠിപ്പിച്ചു. അപ്പോൾ പേന കൊണ്ടുള്ള എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ചുമാണ് ആദ്യമായി ലോകത്ത് അവതീർണമാകുന്ന സൂക്തങ്ങൾ. ഇതൊരു വലിയ വിസ്ഫോടനം അറബ് ലോകത്ത് സൃഷ്ടിച്ചു. വലിയ വിസ്ഫോടനമാണ്. അറബികൾ വിജ്ഞാന കുടുക്കികളായി എന്താണെന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ തുടങ്ങി, എഴുത്തും വായനയും തുടങ്ങി, ഗ്രന്ഥരചന തുടങ്ങി. ലോക ലൈബ്രറികളെ അവർ നിബിഡമാക്കി ഗ്രന്ഥങ്ങൾ കൊണ്ട്. മുസ്തഫ ഷബാഡി എന്ന ലോകപ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഡോക്ടർ മുസ്തഫ ഷബാഡി അദ്ദേഹത്തിൻ്റെ മിൻറവായി ഹലാറത്തിന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഖദ് നശഅനി റൂഹി അനി റൂഹിൽ ഇൽമിയ്യത്തി ഇന്തിശാറുൽ മക്തബാത്തി ഫി ശത്ത അൻഹാഇൽ ആലമിൽ ഇസ്ലാമി. വൈജ്ഞാനിക ചൈതന്യത്തിൽ നിന്ന് ഉത്ഭുതമായി എന്ത്? ഇന്തിശാറുൽ മക്തബാത്ത്, ഗ്രന്ഥാലയങ്ങൾ വ്യാപിക്കുക എന്നത് ഫി ശത്ത അൻഹാഇൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഫക്കല്ലമ കാനത്ത് മദ്രസത്തുൻ ലൈസ ബിജാനിബിഹ മക്തബ, ഒരു ഗ്രന്ഥാലയം സമീപത്തില്ലാത്ത ഒരു വിദ്യാലയവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. വക്കല്ലാൻ തജിദ ഖറിയത്തൻ സഗീറത്തൻ ലൈസ ബിഹ മക്തബ, ഒരു ഗ്രന്ഥാലയം ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമം പോലും കണ്ടെത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇസ്ലാമിക സംസ്കാരം തഴച്ചു വളർന്നപ്പോൾ, ഇസ്ലാം അതിൻ്റെ സുവർണകാലം, ഇസ്ലാമിക ഭരണത്തിൻ്റെയും ഇസ്ലാമിക ചൈതന്യത്തിൻ്റെയും നവോത്ഥാന കാലത്തിൽ അമ്മൽ അവാസിമു വൽ മുദുനു ഫഖദ് കാനത് തഗുസ്സു, അമ്മൽ അവാസിമു വൽ മുദൻ, തലസ്ഥാന നഗരികളും പ്രധാന നഗരങ്ങളും ഫഖദ് കാനത് തഗുസ്സു ബിദൂരിൽ കുതുബി, ഗ്രന്ഥാലയങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. ഫഖദ് കാനത് തഗുസ്സു ബിദൂരിൽ കുതുബ്, മുസ്ലിം രാജ്യങ്ങളിൽ തലസ്ഥാന നഗരികളും പട്ടണങ്ങളുമൊക്കെ ഗ്രന്ഥാലയങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമായിട്ട് ബിശക്കിലില്ല മസീല താരീഖിൽ ഉസൂലിൽ ഉസ്ത, മധ്യകാലഘട്ടങ്ങളുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ പൊതുവായ ലൈബ്രറികളുണ്ടായിരുന്നു, വ്യക്തികളുടെ വിശേഷപ്പെട്ട പ്രത്യേകമായ ലൈബ്രറികളും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് സമർത്ഥിക്കുകയാണ്. പ്രസിദ്ധമായ ലൈബ്രറികളിൽ പെട്ടതാണ് കൈറോവിലെ മക്തബത്തുൽ ഖുലഫ എന്ന് പറയുന്ന ലൈബ്രറി. അത് വളരെ അത്ഭുതകരമായിരുന്നു. അവിടെ 2 ദശലക്ഷം ഗ്രന്ഥങ്ങളുള്ള ആ ഗ്രന്ഥാലയത്തിലുണ്ടായിരുന്നു. 2 ദശലക്ഷം 2 മില്യൺ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥാലയത്തിലുണ്ടായിരുന്നു കൈറോവിലെ ഗ്രന്ഥാലയത്തിൽ. അതുപോലെ തന്നെ കൈറോവിൽ തന്നെ മറ്റൊരു ഗ്രന്ഥാലയം ഉണ്ടായിരുന്നു, ദാറുൽ ഹിക്മ എന്ന് പറയുന്ന. അത് അൽ ഹാക്കിം ബി അംജില്ല എന്ന രാജാവാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ആ ലൈബ്രറി വാസ്തവത്തിൽ അതിലെന്താന്ന് പറഞ്ഞാൽ പല പാർട്ടുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 40ഓളം പാർട്ടുകൾ ഉണ്ടായിരുന്നു. വകുപ്പുകൾ തിരിച്ചുകൊണ്ട് ആ ലൈബ്രറിയിൽ 40ഓളം പാർട്ടുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ബഗ്ദാദിലെ പ്രസിദ്ധമായ ബൈത്തുൽ ഹിക്മ എല്ലാവർക്കും സുപരിചിതമായൊരു ചരിത്രന്മാർക്ക്, ഹാറൂൺ റഷീദിൻ്റെ ദാറുൽ ഹിക്മ, അത് അതിൻ്റെ ക്ലൈമാക്സിലെത്തി മഅ്മൂൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. അത് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ പ്രതീതി ഉളവാക്കുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെയിനിലെ മക്തബത്തുൽ ഹിക്കം എന്ന് പറയുന്ന ലൈബ്രറി, അത് വളരെ വിശാലമായതും വിപുലമായതും മഹത്തായതുമായിരുന്നു. എത്രത്തോളം എന്നാൽ അവിടെ 4 ലക്ഷം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് പ്രസിദ്ധീകരണാലയങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യൻ അച്ചടിക്കാൻ ഉള്ള വിദ്യ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ കയ്യെഴുത്ത് പ്രതികളായി 4 ലക്ഷം ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ അതിൻ്റെ വൈപുല്യം മനസ്സിലാക്കണമെങ്കിൽ ആ ലൈബ്രറിയിലുള്ള കവിതാ സമാഹാരങ്ങളുടെ മാത്രം ഇൻഡെക്സ് പട്ടിക അത്
44 ഭാഗങ്ങളുണ്ടായിരുന്നു എന്നാണ്. 44 ജുസുക്കൾ ഉണ്ടായിരുന്നു. അവിടെ ആ ലൈബ്രറിയിലുള്ള കവിതകളുടെ മാത്രം ഇൻഡെക്സ് രേഖപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ട്രിപ്പോളിയായിലെ മക്തബ ബനി അമ്മാർ, അത് വലിയ വിശാലമായ ലൈബ്രറിയായിരുന്നു. അതുപോലെ തന്നെ ചരിത്രം കൗതുകത്തോടുകൂടി രേഖപ്പെടുത്തിയ ലൈബ്രറികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള ലൈബ്രറികൾക്ക് പുറമേ പേഴ്സണലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലൈബ്രറികൾ. ഓരോ പണ്ഡിതനും ഓരോ ലൈബ്രറി ഉണ്ടായിരുന്നു. മിക്ക പണ്ഡിതന്മാർക്കും ഒക്കല്ല അൻ തജിദ ആലിമൻ ഇല്ലാ വലഹു മക്തബ, ഒരു സ്വന്തമായ ലൈബ്രറി ഇല്ലാത്ത ഒരു പണ്ഡിതനെ കണ്ടെത്തിക്ക പ്രയാസമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള ലൈബ്രറികളിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതെങ്കിലും ആവട്ടെ, ഇത്രയും വലിയ സമ്പത്ത്, വൈജ്ഞാനിക ശാസ്ത്രീയ ദാർശനിക സമ്പത്ത് മുസ്ലിമുകൾക്കുണ്ടായിട്ട് അതൊക്കെ എവിടെ പോയി? അതെ, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെ കുറ്റപ്പെടുത്തിയിട്ട് പഴിചാരിയിട്ട് കാരണമില്ല. ചരിത്രപരമായ കാരണങ്ങളല്ല, നഷ്ടപ്പെട്ടു പോയതാണ്. താർത്താരികൾ ചെങ്കിസ് ഖാൻ്റെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെങ്കിസ് ഖാൻ്റെ പൗത്രനായ ഹുലാഖു ഖാൻ്റെയും ഇസ്ലാമിക രാജ്യത്തിലേക്കുള്ള മുന്നേറ്റം നടന്നപ്പോൾ അവിടെ ബഗ്ദാദ് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ, ആയിരങ്ങളെ പതിനായിരങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ വലിയ വലിയ ഗ്രന്ഥസമ്പത്തുകൾ മുഴുവനും തീവച്ചു നശിപ്പിച്ചു. അവശേഷിക്കുന്നവർ കൊണ്ടുപോയി ടൈഗ്രീസ് നദിയിൽ ഒഴുക്കുകയുണ്ടായി. ടൈഗ്രീസ് നദിയിലെ വെള്ളത്തിൻ്റെ നിറം മാറുവോളം ചരിത്രന്മാർ രേഖപ്പെടുത്തുന്നു, ടൈഗ്രീസ് നദിക്ക് പാലം കെട്ടിയതുപോലെ ഗ്രന്ഥങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നുവെന്ന്. ഇത്രയും വലിയ നഷ്ടമാണ് മുസ്ലിം ലോകത്തിന് താർത്താരികളുടെ മുന്നേറ്റം കൊണ്ടുണ്ടായത്. പ്രാകൃതരായ രാക്ഷസന്മാരായ താർത്താരികൾ, അവർക്ക് വിജ്ഞാനത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, വിവരത്തിൻ്റെ മൂല്യം അവർക്കറിയില്ല. അങ്ങനെ തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധങ്ങൾ, നൂറ്റാണ്ടുകളോളം നിലനിന്നിട്ടുള്ള കുരിശ് യുദ്ധത്തിലൂടെ ഒരു നഷ്ടമുണ്ടായി. ട്രിപ്പോളിയായിലും വൈസൽ മക്തിഷിലും ഗസായിലും അഷ്കലാനിലുമൊക്കെ മുസ്ലിമുകളുടെ ഗ്രന്ഥങ്ങൾ അവർ നശിപ്പിക്കുകയുണ്ടായി. തീ വെച്ച് നശിപ്പിക്കുകയും ചുട്ടരിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ട്രിപ്പോളിയായിൽ മാത്രം അവർ നശിപ്പിച്ചത്, കുരിശ് യുദ്ധക്കാർ നശിപ്പിച്ചത് 3 മില്യൺ ഗ്രന്ഥങ്ങൾ എന്നാണ് പറഞ്ഞത്. 3 ദശലക്ഷം ഗ്രന്ഥങ്ങൾ ട്രിപ്പോളിയിൽ മാത്രം നശിപ്പിക്കുകയുണ്ടായി. പിന്നെ മൂന്നാമത്തെ കെടുതി ഉണ്ടായത് എന്തെന്നാൽ സ്പെയിൻ മുസ്ലിമുകൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ക്രിസ്ത്യാനികൾ സ്പെയിൻ പിടിച്ചടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറികളൊക്കെ നശിപ്പിക്കുകയുണ്ടായി. ഗ്രന്ഥങ്ങൾ ചുട്ടരിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം ഒരൊറ്റ ദിവസം ഗ്രാനഡായുടെ പരിസരത്ത് മാത്രം ഒരു ദശലക്ഷം, 1 മില്യൺ ഗ്രന്ഥം ചുട്ടരിക്കുകയുണ്ടായെന്ന്. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴുവനും മുസ്ലിമുകളുടെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും സാഹിത്യ ഗ്രന്ഥങ്ങളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ ചുട്ടരിക്കുകയുണ്ടായി. ഇങ്ങനെ കനത്ത ആഘാതമാണ് വാസ്തവത്തിൽ മുസ്ലിമുകൾക്ക് സാഹിത്യരംഗത്തും ഗ്രന്ഥാലയ രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഉണ്ടായത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇന്നുവരെ മുസ്ലിമുകൾക്ക് വേണ്ടതുപോലെ സാധിച്ചിട്ടില്ല. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ഭാഷ എന്ന നിലയ്ക്ക് അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷ എന്ന നിലയ്ക്ക്, പൈതൃക ഭാഷ എന്ന നിലയ്ക്കും, സാംസ്കാരിക ഭാഷ എന്ന നിലയ്ക്കും, വാണിജ്യപ്രധാനമായ ഭാഷ എന്ന നിലയ്ക്കും അറബി ഭാഷയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എല്ലാവരും അംഗീകരിക്കണം. എല്ലാവരും ഈ പ്രാധാന്യം അംഗീകരിക്കുന്നവരാണ്. ഇന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഷയാണ്, പൈതൃകത്തിൻ്റെ ഭാഷയാണ്, വാണിജ്യപ്രധാനമായ ഭാഷയാണ്. പണ്ട് കാലത്ത് അന്താരാഷ്ട്ര വാണിജ്യ ഭാഷ അറബിയായിരുന്നുവെന്നാണ് ഗവേഷകർ കരുതുന്നത്. ആദ്യകാലങ്ങളിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭാഷ അറബിയായിരുന്നുവെന്ന് ഗവേഷകർ കരുതുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർത്തുഗീസ് രാജാവ് സാമൂതിരിക്ക് അയച്ചു കൊടുത്ത കത്ത് അറബിയിലായിരുന്നുവെന്നത് അതിന് മതിയായ തെളിവാണ്. അതിന് ഉപോത്ബലകമാണെന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൻ്റെയും 13-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ സാംസ്കാരിക ദീപവാഹകരായിരുന്നു അറബികൾ. അങ്ങനെയുള്ള അറബികളുടെ ഭാഷയാണ്
അറബി ഭാഷ എന്ന് ഫിലിപ്പ് ഹിറ്റി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലയളവിൽ സാംസ്കാരിക ദീപവാഹകർ ആരായും ചോദിച്ചാൽ അറബികളായിരുന്നു. അവരുടെ ഭാഷയാണ് അറബി ഭാഷ എന്ന് ഫിലിപ്പ് ഹിറ്റി രേഖപ്പെടുത്തി കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പല നിലക്കും മാന്യമുണ്ട്. അറബി ഭാഷയുടെ സമൃദ്ധിയും അതിൻ്റെ ഐശ്വര്യവും എത്രത്തോളമുണ്ട്, വൈപുല്യവും എത്രത്തോളം എന്ന് ചോദിച്ചാൽ പല ഭാഷകൾക്കും പദങ്ങളും പ്രയോഗങ്ങളും കടം കൊടുത്തിട്ടുള്ള ഭാഷയാണ് അറബി ഭാഷ. ലോകത്തിലെ മിക്ക ഭാഷകൾക്കും അറബി ഭാഷ അതിൻ്റെ പദങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. 10,000 ഇംഗ്ലീഷ് പദങ്ങൾ അറബിയിൽ നിന്ന് എടുത്തതാണ് കടമെടുത്തിട്ടുണ്ടെന്ന് പ്രമുഖനായൊരു പണ്ഡിതൻ പറയുന്നു. ഇംഗ്ലീഷിലുള്ള 10,000 വാക്കുകളുടെ ഉത്ഭവം അറബി ഭാഷയാണെന്ന് ഇറാഖിലെ ഒരു പണ്ഡിതനും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗ്രന്ഥമെന്ന് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ച ദി സോഷ്യൽ എതിക്സ് ഓഫ് ഇസ്ലാമിലെ സാമൂഹ്യ മര്യാദകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ ഡോക്ടർ അബ്ദുൽ മാലിക് അൽ സഈദ് അദ്ദേഹം ജിദ്ദയിലെ ഒരു സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇംഗ്ലീഷിലുള്ള 10,000 വാക്കുകളുടെ ഉത്ഭവം അറബി ഭാഷയിൽ നിന്നാണെന്ന് ആധികാരികമായി ആ പണ്ഡിതൻ, ലോകാംഗീകൃതനായ പണ്ഡിതൻ സംസാരിക്കുകയുണ്ടായി. ജിദ്ദയിൽ ഒരു പരിപാടി സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, ഡിക്ഷണറി തയ്യാറാക്കുന്ന ആശയം തന്നെ അറബികളാണ് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് നടന്നു. അതിൻ്റെ പിറ്റന്നാൾ അതിൻ്റെ ഊഷ്മളത ആരിത്തണുക്കും മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഉദ്ധരിക്കുന്നത് ചന്ദ്രികാ ദിനപത്രം 9/5/84 നിന്നാണ്. ചന്ദ്രികാ ദിനപത്രം 9/5/84 ഞാനത് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അറബി ഭാഷ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഭാഷയാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ഭാഷ എന്ന നിലയ്ക്ക് മുസ്ലിമുകൾ ജീവനെ അതിനെ മാറോടണിക്കുന്നു അറബി ഭാഷയെ. അറബി ഭാഷ പഠിക്കൽ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ നിർബന്ധമായ സംഗതിയാണ്. കാരണം വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ, ഖുർആനിലെ വ്യാഖ്യാനമായ തിരുസുന്നത്ത് പ്രവാചകോക്തികൾ തിരുസുന്നത്ത് പ്രവാചക ചര്യ അറബി ഭാഷയിൽ, പ്രമുഖമായ പ്രവാചകരുടെ ചര്യയും ചരിത്രവും, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ മറ്റ് ഖലീഫമാരുടെ മുസ്ലിം ഭരണകർത്താക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ അറബി ഭാഷയിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ആധികാരികമായിട്ടുള്ള മതഗ്രന്ഥങ്ങൾ മുഴുവനും അറബി ഭാഷയിലാണുള്ളത്. അതുകൊണ്ട് തനതായ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അറബി ഭാഷ പഠിക്കാതെ നിർവാഹമില്ല. അറബി ഭാഷയിലുള്ള മാത്രമേ തനതായ രീതിയിൽ വിശുദ്ധ ഖുർആനും ഇസ്ലാമിനെയും സ്വതന്ത്രമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. സൗദി അറേബ്യ ഭരിച്ചിരുന്ന ഫൈസൽ രാജാവ് ഒരിക്കൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അദ്ദേഹം പാരീസിൽ വന്നു. അപ്പോൾ അവിടെ പാരീസിൽ ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ മോറിസ് ബുക്കായിയുടെ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം വന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവിടെ ഹാജരായി. മോറിസ് ബുക്കായി എന്ന് പറയുന്നത് അദ്ദേഹം വലിയ മിഷണറി പ്രവർത്തനമായിരുന്നു, മിഷണറി പ്രവർത്തനമായിരുന്നു. അദ്ദേഹം കഴിക്കുന്ന നിരവധി ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ വിദഗ്ധനായിട്ടുള്ള മിഷണറി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ചികിത്സാ രംഗത്തുമുള്ള സ്വാധീനം അദ്ദേഹം മുഴുകഴിവും ഉപയോഗിച്ചിരുന്നത് ക്രിസ്തുമത പ്രചാരണത്തിനായിരുന്നു. ആശുപത്രിയിൽ ആരെങ്കിലും വന്നാൽ അദ്ദേഹം ചികിത്സിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരുമായി സംസാരിക്കും. അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ അവരെ സാധിക്കുമെങ്കിൽ ക്രിസ്ത്യനാക്കി കൺവെർട്ട് ചെയ്യും. അതിന് സാധിക്കുകയില്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പത്തിലാക്കി വിടുകയെങ്കിലും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫൈസൽ രാജാവ് ചികിത്സാർത്ഥം പാരീസിലെത്തിപ്പെട്ടത്. പാരീസ് ഹോസ്പിറ്റലിൽ മോറിസ് ബുക്കായുടെ പ്രസിദ്ധ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ശസ്ത്രക്രിയ സുഖം പ്രാപിച്ച് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് പോരാറായപ്പോൾ മോറിസ് ബുക്കായി പറഞ്ഞു, അല്പസമയം തരണമെന്ന് അങ്ങ് സംസാരിക്കാൻ. സമയം കൊടുത്തു രാജാവ്. ചർച്ച തുടങ്ങി. നിങ്ങളുടെ ഖുർആനിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് സംശയങ്ങൾ ഉന്നയിച്ചു. ഫൈസൽ രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾക്ക് ഖുർആൻ ഉത്തരവാദിയല്ല, ഖുർആനിൽ അങ്ങനെ ഒന്നുമില്ല. ഉടനെ തന്നെ അദ്ദേഹം തിരുതകൃതിയായി ഖുർആനിൻ്റെ ഇംഗ്ലീഷിലും അതുപോലെ വിവിധ ഭാഷകളിലുള്ള ട്രാൻസ്ലേഷനുകൾ ഹാജരാക്കി. ഫൈസൽ രാജാവ് പറഞ്ഞു, അതൊക്കെ പരിഭാഷകളാണ്, വിവർത്തനങ്ങളാണ്. അത് പരിഭാഷപ്പെടുത്തിയ ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ടാകും. അവരുടെ
വികാരത്തിൻ്റെയും ആശയത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും മൂശയിലിട്ട് വാർത്തെടുത്തുകൊണ്ടാണ് വിവർത്തനം ചെയ്യുക. നിങ്ങൾക്ക് അറബി ഭാഷ അറിയാമെന്ന് ചോദിച്ചു. എനിക്ക് അറബി ഭാഷ അറിയില്ല. എങ്കിൽ നിങ്ങൾക്ക് ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല. ഖുർആൻ അറബി ഭാഷയിലാണുള്ളത്. ഖുർആൻ യഥാർത്ഥമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അറബി ഭാഷ പഠിച്ച് ഖുർആൻ പഠിക്കണം, വായിക്കണം എന്ന് പറഞ്ഞു. ഉടനെ മോറിസ് ബുക്കായി ഫൈസൽ രാജാവിൻ്റെ കൈ പിടിച്ച് ആണയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് അറബി ഭാഷ പഠിക്കാൻ ഒരുങ്ങുകയാണെന്ന്. അങ്ങനെ 2 വർഷം നിരന്തരമായി ഓരോ ദിവസം 1 മണിക്കൂർ അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ സമീപിച്ച്, ഒരു വിദഗ്ധനായ ആളെ സമീപിച്ച് അദ്ദേഹം ട്യൂഷൻ ഏർപ്പെടുത്തി. അങ്ങനെ ഓരോ ദിവസവും 1 മണിക്കൂർ വീതം 2 വർഷം അറബി ഭാഷ പഠിച്ചതിന് ശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ക്രിസ്ത്യൻ പാതിരിമാരാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു, അവർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, എനിക്കിപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിന് വന്നുപോയിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ സയൻസ് ആൻഡ് ഇസ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ലോകത്തിലെ 18 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും പ്രസിദ്ധമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഇസ്ലാമിനെ തനതായ രീതിയിൽ ഗ്രഹിക്കണമെങ്കിൽ അറബി ഭാഷ വശപ്പെടുത്തിയിരിക്കണം, അറബി ഭാഷ വശമുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ യഥാർത്ഥമായ രീതിയിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വേണ്ട യഥാവിധി മനസ്സിലാക്കിയവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ അബദ്ധം കൊടുക്കുന്നതാണ്. അറബി ഭാഷ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പഠനം വളരെ അനിവാര്യമാണ്, നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മലയാള ഭാഷ മാതൃഭാഷ വേണം. മാതൃഭാഷ പഠിക്കൽ അനിവാര്യമാണ്. മാതൃഭാഷ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. ഇന്ന് വാസ്തവത്തിൽ മാതൃഭാഷയെ അവഗണിച്ചിരിക്കുകയാണ്. കാരണം കൊച്ചു കുട്ടികൾ ചെറുപ്പം മുതൽക്ക് തന്നെ യൂണിവേഴ്സിറ്റി വരെയുള്ള തലങ്ങളിൽ എല്ലാവരും ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. മാതൃഭാഷ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മാതൃഭാഷയെ അവഗണിക്കുന്നു. വളരെ ദയനീയമായ കാഴ്ചയാണ്. മഹാകവി വള്ളത്തോൾ പറഞ്ഞത് അനുസ്മരിക്കുകയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ, ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ തൻ ഭാഷ തൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അപ്പോൾ മറ്റുള്ള ഭാഷകളൊക്കെ കേവലം ധാത്രിമാരാണ്, പോറ്റമ്മമാരാണ്. നമ്മുടെ പെറ്റന്മാരാണ് ചോദിച്ചാൽ മാതൃഭാഷയാണ്. ഏതൊരു വേദമായിരുന്നാലും ഏതൊരു ശാസ്ത്രമായിരുന്നാലും ഏതൊരു കാവ്യമായിരുന്നാലും അത് മനസ്സിൽ പതിയണമെങ്കിൽ തൻ ഭാഷ തൻ വക്ത്രത്തിൽ നിന്നു കേൾക്ക വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയാണത്. പക്ഷേ മാതൃഭാഷ നന്നായി പഠിക്കണം. അതിന് പുറമെ എന്താണ് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. കാരണം മലയാളത്തിൽ നമുക്ക് ഇസ്ലാമിക കാര്യങ്ങൾ മുഴുവനും ശരിയായിരിക്കും പഠിക്കാൻ കഴിയുമോ? പഠിക്കാൻ കഴിയില്ല. ഒരുപാട് അബദ്ധങ്ങൾ കൊടുക്കും. അറബിയിലെ 28 അക്ഷരങ്ങളിൽ 15 അക്ഷരങ്ങൾക്ക് സമാന മലയാളാക്ഷരമില്ല. മലയാളത്തിൽ എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അറബിയിലെ 28 അക്ഷരങ്ങളിൽ 15 അക്ഷരങ്ങൾക്കും സമാന മലയാളാക്ഷരങ്ങളില്ല. 13 എണ്ണത്തിന് തീരെയില്ല. 2 എണ്ണത്തിന് ഭാഗികമായിട്ടുമില്ല. സ, ഹ, ഖ, ദ, സ, സ്വ, ല, ത്വ, ലോ, ഐൻ, റൊയിൻ, ഫ, ഖഫ് എന്നീ പറയുന്ന 13 അക്ഷരങ്ങൾക്ക് തീരെ സമാന അക്ഷരങ്ങളില്ല. റോ, ന എന്ന് പറയുന്ന അക്ഷരങ്ങൾക്ക് ഭാഗികമായിട്ടുമില്ല. കാരണം ഇതിൽ ചില ഉച്ചാരണ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 25 മുർസലിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരെ പഠിക്കൽ നിർബന്ധമാണല്ലോ. ഈ 25 മുർസലികളിൽ 14 പേരെയും മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. നോഹ്, സ്വാലിഹ്, ലൂത്ത്, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, ഷുഐബ്, അൽ യസാ, ദുൽകിഫിലി, സക്കരിയ, യഹ്യ, ഈസ, മുഹമ്മദ്. ഈ 14 പേരുകൾ 25 മുർസലികളിൽ നിന്ന് 14 മുസ്ലിങ്ങളുടെ പേരും മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. 4 ഖലീഫമാരുടെ പേര് വാസ്തവത്തിൽ അറബിയിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഖുലഫാഉർ റാഷിദൂങ്ങൾ, ലോകത്ത് മാതൃകാ ഭരണം നടത്തിയ സുവർണ ഭരണകാലം ഇസ്ലാമിക സുവർണ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ നായകന്മാർ 4 അവരുടെ പേര് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. സുദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി എഴുതാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതി കുട്ടികളെ പഠിപ്പിക്കാൻ പാഠപുസ്തകങ്ങൾ എഴുതി പഠിപ്പിക്കാൻ ശ്രമിച്ച ചില ആളുകൾ എഴുതുകയുണ്ടായി ഉസുവിൻ്റെ ഫർസുകൾ എന്നെഴുതി. മറ്റ് ചില ആളുകൾ അത് മറ്റു ഉളുവിൻ്റെ ഫർളുകൾ എന്നെഴുതി. വേറെ ചില ആളുകൾ ഉദുവിൻ്റെ ഫർദുകൾ എന്നെഴുതി. ഇതെല്ലാം തെറ്റ് തന്നെ. ശരിയായിട്ട് വരയണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ സുന്നി പാഠപുസ്തകങ്ങളിലൊക്കെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുവാൻ മലയാളത്തിൽ പഠിപ്പിക്കുവാൻ അറബി മലയാള ലിപി സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വൈകൃതങ്ങളൊന്നും വരികയില്ല എന്നാണ് കാരണം, അതിന് പ്രധാനമായിട്ടുള്ള നേട്ടം. അപ്പം അതുകൊണ്ട് അറബി ഭാഷ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ കുട്ടികളെ ഇന്ന് വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ LKG മുതൽക്ക് യൂണിവേഴ്സിറ്റി വരെ അറബി ഭാഷ പഠിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ രംഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ പ്രചോദനമുണ്ട്, എല്ലാ രംഗത്തുള്ള പ്രചോദനം ഇന്ന് ഭാഷ പഠിക്കുന്നതിനുണ്ട്. മാത്രമല്ല വിദേശത്ത് ജോലി സാധ്യതയും അറബി ഭാഷക്കുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും പ്രാധാന്യമറിക്കുന്ന ഈ ഭാഷയ്ക്ക് നാം മുൻഗണന കൊടുത്തും ഭാഷയെ അവഗണിക്കാൻ പാടില്ല. പലരും അറബി ഭാഷയെ അവഗണിച്ചതായിട്ട് കാണുന്നു മുസ്ലിമുകൾ. ഇത് ക്ഷന്തവ്യമല്ല, ഒരിക്കലും ക്ഷന്തവ്യമല്ല ഈ അവഗണന. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ നാം ബദ്ധശ്രദ്ധ പാലിക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ അറബി ഭാഷയുടെ പഠനത്തിലും അതിൻ്റെ പ്രചാരണത്തിലും വാസ്തവത്തിൽ ബദ്ധശ്രദ്ധാലുക്കളായിരുന്നു. ഇമാം ഇബ്നു അഖീൽ ഹംബലി എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഫുനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥം 800 വാല്യമുള്ള ഗ്രന്ഥമായിരുന്നു. ഓരോ വാല്യവും വളരെ ബൃഹത്തായിരുന്നു. 800 എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ ചിലപ്പോൾ അതിൽ കൂടുതലോ കുറവോ പലരും രചിച്ചിരിക്കാം. പക്ഷേ 800 വാല്യങ്ങൾ അങ്ങനെയായിരുന്നില്ല, വളരെ ബൃഹത്തായിരുന്നു ഓരോ വാല്യവും. ഹാഫിൽ ദഹബി എന്ന് പറയുന്ന വിശ്രുത നിരൂപകനും ചരിത്രകാരനുമായിട്ടുള്ള ദഹബി പറയുന്നു, സിയറു അലാമിൻ നുബല എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ലൻ യുസന്നഫ് ഫി ദുനിയ അക്ബർ മിൻ ഹാദൽ കിതാബ്. ഇബ്നു അഖീലിൻ്റെ കിതാബുൽ ഫുനൂൻ എന്ന് പറയുന്ന ഈ 800 വാല്യമുള്ള ഗ്രന്ഥത്തെക്കാൾ വലിയൊരു ഗ്രന്ഥം അതുവരെ വിരചിതമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഖശാബ് എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഗ്രന്ഥത്തിൻ്റെ പ്രണേതാവായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ വാങ്ങി കടം വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കേണ്ടി വന്നു. 500 ദീനാറിന് ഗ്രന്ഥങ്ങൾ വാങ്ങി അവസാനം കടം അവർക്ക് വീട്ടാൻ സാധിക്കാതെ വന്നപ്പോൾ വീട് ലേലം ചെയ്ത് വിറ്റ് അദ്ദേഹം കടം വീട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അബുല്ലലാഹ് ഹമദാനി എന്ന് പറയുന്ന അദ്ദേഹം വലിയ ഹാഫിലായിരുന്നു, കർമ്മശാസ്ത്രജ്ഞനായിരുന്നു, ഭാഷാ സാഹിത്യകാരനായിരുന്നു, ചരിത്രകാരനായിരുന്നു, ലോകസഞ്ചാരിയായിരുന്നു, വൈഹിക വിദഗ്ധനായിരുന്നു. ഇങ്ങനെയുള്ള വിവിധ രംഗങ്ങളിൽ പ്രശോഭിതനായിട്ടുള്ള മഹാൻ അദ്ദേഹം ഗ്രന്ഥങ്ങൾ വാങ്ങി 60 ദീനാറ് വില പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ വാങ്ങി ഒരാഴ്ചത്തെ അവധിയായിരുന്നു. കടം വീട്ടാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വീട് വിറ്റു, കടം വീട്ടുകയാണുണ്ടായത്. അദ്ദേഹമാണ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കണ്ടു. മരണാനന്തരം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്ന കൂട്ടുകാരൻ അദ്ദേഹം ഒരു പട്ടണത്തിൽ ഇരിക്കുന്നു. പട്ടണത്തിൻ്റെ ചുമരുകളൊക്കെ ഗ്രന്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അട്ടിയായി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണ് അതിൻ്റെ ഭിത്തികൾ. അദ്ദേഹത്തിൻ്റെ ചുറ്റും ഗ്രന്ഥങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു, അസംഖ്യം ഗ്രന്ഥങ്ങൾ. അദ്ദേഹം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൂട്ടുകാരനോട് ചോദിച്ചു, ഇവിടെ നിങ്ങളെ ഖബർ ജീവിതത്തിൽ നിങ്ങൾക്ക് വായനയാണോ ജോലി? അദ്ദേഹം പറഞ്ഞു, സഅൽതുല്ലാഹ യുശ്ഗലനി ബിമാ കുൻതു അശ്തഗലി ബിഹി ഫി ദുനിയ. സഅൽതുല്ലാഹ യശ്ഗലനി ബിമാ കുൻതു അശ്തഗലി ബിഹി ഫി ദുനിയ. ദുനിയാവിൽ ഞാൻ എന്തുകൊണ്ട് വ്യാപൃതനായോ അതുകൊണ്ട് എന്നെ ഖബർ ജീവിതത്തിലും വ്യാപൃതനാക്കണമെന്ന് അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സഫലമായി. അള്ളാഹു എൻ്റെ പ്രാർത്ഥന കുറിക്കൊണ്ടു. അള്ളാഹു എനിക്കതിന് സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ ഇമാം ഗസാലി തങ്ങളുടെ ഗുരുവര്യൻ കൂടിയാണ് ഇമാമുൽ ഹറമൈൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് സുബക്കി ഇമാമ് പറഞ്ഞത് ഇമാമുൽ അയിമ്മത്തികളിൽ ഇത്തിലാക്കിയ ഉജ്ബം വഅറബ എന്നാണ്. നിരുപാധികമായിട്ട് അനറബ് ലോകത്തും അറബ് ലോകത്തുമുള്ള പണ്ഡിതന്മാരുടെ നേതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാൻ പറയുന്നു, മാ തകല്ലംതു ഫി ഇൽമിൽ കലാമി കലിമത്തൻ ഹത്ത ഹഫിൽതു മിൻ കലാമിൽ ഖാലി അബീ ബക്കറിൻ വഹദ 12,000 വറക. ഞാൻ വിശ്വാസശാസ്ത്രത്തിൽ ഒരക്ഷരം പോലും ഒരു പദം പോലും ഉരുവിട്ടിട്ടില്ല. പ്രസംഗിക്കുകയോ ക്ലാസ് എടുക്കുകയോ അധ്യാപനം നടത്തുകയോ ചെയ്തിട്ടില്ല. ഹത്ത ഹഫിൽതു മിൻ കലാമിൽ ഖാലി അബീ ബക്കറിൻ വഹദ 12,000 വറക.
ഈ വിഷയത്തിലെ പ്രഗത്ഭ പണ്ഡിതനായ ഇമാമായ നേതാവായിട്ടുള്ള ഖാലി അബൂബക്കർ തങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് 12,000 പേജ് ഞാൻ ബൈഹാർട്ട് ചെയ്തതിനു ശേഷമല്ലാതെ വായിച്ചു ബൈഹാർട്ട് ശേഷമല്ലാതെ ഞാൻ വിശ്വാസശാസ്ത്രത്തിൽ ഒരു പദം പോലും സംസാരിച്ചിട്ടില്ല. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങൾ എത്രമാത്രം അദ്ദേഹം പാരായണം ചെയ്തിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. അബൂ ഇസ്ഹാഖ് ഷിറാസി എന്ന പ്രമുഖ പണ്ഡിതൻ പറയുന്നു, ഞാൻ ഒരു അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ 100 പ്രാവശ്യം ആവർത്തിക്കുമായിരുന്നു. ഉദാഹരണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കവിതാശകലം ഒരു ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ് കണ്ടുപിടിച്ച് ആ കവിതാ സമാഹാരം മൊത്തം ബൈഹാർട്ട് ചെയ്യുന്ന സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ നമ്മുടെ പൂർവികരായിട്ടുള്ള മഹാന്മാർ ഇவ்விധത്തിലുള്ള നിലപാടായിരുന്നു അറബി ഭാഷയോട് സ്വീകരിച്ചിട്ടുള്ളത്. അവർ അറബി ഭാഷയുടെ സമ്പൂർണ്ണമായ പ്രണേതാക്കളായിരുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, ഏറ്റവും വലിയ ഗ്രന്ഥം 800 വാല്യമുള്ള ഗ്രന്ഥം അതാണ് അബുൽ വഫാ എന്ന് ഇബ്നുൽ അക്കയിൽ രചിച്ചിട്ടുള്ള ഗ്രന്ഥമെന്ന് പറഞ്ഞു. എന്നാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഗ്രന്ഥകാരൻ ആരാണ്? ഏറ്റവും വലിയ ഗ്രന്ഥം ആണ് നേരത്തെ നമ്മുടെ കിതാബുൽ ഫുനൂൻ. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഗ്രന്ഥകാരൻ ആരെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ ത്വബരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ്, ചരിത്രകാരന്മാരുടെ നേതാവ്, ഷെയ്ഖുൽ മുഫസ്സിരീൻ വൽ മുഹദ്ദിസീൻ വൽ മുവദ്ദിഖീൻ എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭമതിയാണ് അദ്ദേഹം, ഇബ്നു ജരീർ ത്വബരി. അദ്ദേഹം 40 കൊല്ലക്കാലം അദ്ദേഹം ജീവിച്ചു. ഓരോ ദിവസത്തിന് ശരാശരി അദ്ദേഹത്തിന് 40 കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. 2 പേജ് ഉൾക്കൊള്ളുമ്പോൾ ഒരു കഷ്ണമാകുന്നത്. അങ്ങനെയുള്ള ഓരോ ശരാശരി അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം കൊണ്ട് കരിച്ചാൽ, ആയുഷ്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേജുകൾ ഹരിച്ചാൽ ഒരു ദിവസത്തിന് ശരാശരി 40 കഷ്ണം വരും. അദ്ദേഹം രചിച്ചിട്ടുള്ള ആകത്തുക പേജുകൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ 3,58,000 3,58,000 കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ 2 പേജുകളും ഒരു കഷ്ണമാകുന്നത് എത്രമാത്രം ഉണ്ടാകും അതിൻ്റെ ബാഹുല്യം എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. ഖത്തീബ് ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ താരീഖ് ബഗ്ദാദി എന്ന ഗ്രന്ഥത്തിൽ ഈ വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പൂർവികരായ ആളുകൾ അവരുടെ ആയുസ്സും വപുഷും എന്താണെന്ന് പറഞ്ഞാൽ വിജ്ഞാന സമ്പാദനത്തിനും അതുപോലെ അറബി ഭാഷ പഠനത്തിൻ്റെ പ്രചാരണത്തിനും ഗ്രന്ഥരചനയ്ക്കുമായിട്ട് ഉപയോഗിക്കുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മൾ ഉമ്മത്തിൽ ഖിറാഅത്ത് വായനയുടെ സമുദായമാണ്. വായനയുടെ സമുദായമാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ഘാടനമെന്നത്. വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് സലക്ഷ്യമായിരിക്കണം. കേവലം അബൂജാഹിലും അബൂലഹബും പഠിച്ച അറബിയല്ല നമ്മൾ പഠിക്കുന്നത്. അത് ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി. അങ്ങനെ എന്താണ് ഭൗതികമായ ലക്ഷ്യമുണ്ട്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗോളതലത്തിൽ അറബി ഭാഷക്കുണ്ട്. അങ്ങനെ സർവാംഗീകൃതമായിട്ടുള്ള ഭാഷ തന്നെ ലോകാടിസ്ഥാന അംഗീകൃതമായ ഭാഷയാണ് അറബി ഭാഷ. അതിനു പുറമെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷാ പഠനം സലക്ഷ്യമായ ഭാഷാ പഠനമാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞു, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വിശുദ്ധ ഖുർആൻ അവസാനമായി ഇറങ്ങിയിട്ടുള്ള സൂക്തം എന്താണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നതാണ്. വത്തഖൂ യൗമൻ, അതിഭയാനകമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തുർജഊന ഫീഹി, ആ ദിവസത്തിലാണ് നിങ്ങൾ മടക്കപ്പെടുന്ന ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ നീതിന്യായ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾ മടക്കപ്പെടുന്ന മഹാദിവസം. അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ ആഹ്വാനമുണ്ടായത്. ഒന്നാമത്തെ ആഹ്വാനം എന്താണ്? വായിക്കുക എന്നതാണെങ്കിൽ ആ വായനയുടെ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ ഇഖ്റ ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സലക്ഷ്യമുള്ള വായന ആയിരിക്കണം. അവരുടെ ഉദ്യമം എന്താണ്? പാരത്രിക വിജയം, ശാശ്വതമായ പാരത്രിക സൗഭാഗ്യം, അനശ്വരമായ സൗഭാഗ്യം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ വായിക്കുന്നത്. അതുകൊണ്ടാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന അവസാനമായി അള്ളാഹു പറയാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ ഇഖ്റ കൊണ്ട് തുടങ്ങി, എന്നിട്ട് ആ പര്യവസാനിക്കുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഭയാനകമായ ദിവസം സൂക്ഷിച്ചുകൊള്ളണം, കാത്തു സൂക്ഷിച്ചുകൊള്ളണമെന്നാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ സംതൃപ്തി സമ്പാദിച്ചവനെ പ്രീണിപ്പിച്ച് അങ്ങനെ എന്തു പറഞ്ഞാൽ ഇഹപര വിജയം നേടണമെന്നാണ് ഇതിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് 2 ലക്ഷ്യമുണ്ട്. മുസ്ലിമീങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പഠനം കൊണ്ട് അറബി ഭാഷ പഠനം ഭൗതിക ലക്ഷ്യവുമുണ്ട്, പാരത്രിക ലക്ഷ്യവുമുണ്ട്. അങ്ങനെ എല്ലാ നിലക്ക് നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും
മുസ്ലിമീങ്ങൾ വളരെ കൂടുതൽ ഉത്സുകരായി ഭാഷാ പഠനത്തിലേക്ക്, അറബി ഭാഷാ പഠനത്തിലേക്ക് അവർ മുന്നേറേണ്ടതാകുന്നു. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ഉദവി നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് അറബിക്കിടെ ആഗോള തലത്തിൽ മുസ്ലിമീങ്ങൾ അറബിക്കിടെ ആഘോഷിക്കുമ്പോൾ അതിൽ നമ്മളും ദാറുൽ മാരിഫ് ഇസ്ലാമിക് സെൻറ്ററും ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും എല്ലാവരും അതിൽ പങ്കുചേരുകയാണ്. ഈ നാട്ടുകാരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രണേതാക്കളായ എല്ലാവരും അതിൽ പങ്കുചേരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഐഹികവും പാരത്രികവുമായ പുരോഗതി യശസ്സും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, സമുദായത്തിന് നൽകുമാറാകട്ടെ, രാജ്യത്തിന് നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നല്ല കെട്ടുറപ്പുള്ള ഭരണകൂടം അള്ളാഹു നൽകുമാറാകട്ടെ. ഉള്ള ഭരണകർത്താക്കൾക്ക് നീതിബോധം നൽകുമാറാകട്ടെ. നല്ല സാമുദായിക മൈത്രിയും സൗഹാർദ്ദവും നമ്മുടെ രാജ്യത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സമാധാനത്തോടുള്ള ജീവിതം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ലോകത്തിന് മുഴുവനും, വിശിഷ്യ മുസ്ലിം ലോകത്തിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.